എല്ലാ ദൈവിക വിശ്വസ്തതകളെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. കുഞ്ഞുങ്ങളെ, നമ്മുടെ കണ്ണുകളെ ദൈവത്തിലേക്ക് അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ സമയങ്ങളെ വേർതിരിക്കാം. ഈ സമയം ആമേൻ മുൻ താലന്ത് പരിശോധന സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ സിജി ജോൺസൺ മുമ്പോട്ട് കടന്നു വന്ന് ആമേൻ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ചാരംഭിക്കും. എല്ലാവരും കണ്ണുകളടച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നദ്ധയോട് വീണ്ടും ചേർന്ന് വരുന്നു. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ നീ ഞങ്ങളെ പരിപാലിച്ച കൃപകൾക്കായി, നന്മകൾക്കായി സ്തോത്രം. പ്രത്യേക കഴിഞ്ഞ വർഷത്തെ ക്യാമ്പിന് ശേഷമായി കർത്താവേ, ഈ വർഷക്കാലവും ഞങ്ങളുടെ ക്യാമ്പിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കൂട്ടിവരുത്തിയ എല്ലാ വിശ്വസ്തകൾക്കും എല്ലാ നന്മകൾക്കുമായും സ്തോത്രം. ഈ പ്രഭാതം മുതൽ കർത്താവെ ആരംഭിച്ച് കർത്താവെ അടുത്ത ദിനങ്ങളിലായിട്ട് ക്യാമ്പ് കർത്താവെ പൂർത്തീകരിച്ച് ദൈവത്തിൻ്റെതായിരിക്കുന്ന കൃപയും ദൈവത്തിൻ്റെ സാന്നിധ്യവും എല്ലാ തലങ്ങളിലും അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് അവിടുന്ന് കൃപ ചെയ്യേണ്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ യൗവനക്കാരെ എല്ലാം നിന്റെ സന്നദ്ധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ക്ലാസ്സുകൾ എടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വിവിധ തലങ്ങളിൽ കർത്താവെ ഇതിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പാടുന്ന കൊയറിനായി സ്തോത്രം. പ്രത്യേകാല ഈ സ്ഥാപനത്തെ തിരുസന്നതയിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ എല്ലാ പരിധികൾക്കും പരിമിതികൾക്കും അപ്പുറത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം കർത്താവെ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ഈ 65ാമത്തെ കർത്താവെ CMന്റെ ജനറൽ ക്യാമ്പ് ഏറ്റവും അനുഗ്രഹത്തോടെ ഏറ്റവും നന്നായി പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും അവിടുന്ന് പകരേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. എല്ലാ മഹത്വവും ഞങ്ങൾ അവിടുത്തെ വലിയ നാമത്തിന് അർപ്പിക്കുന്നു. അവിടെ ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യും. യേശു കർത്താവിന്റെ ഏറ്റവും വിലയേറിയ നാമത്തിൽ തന്നെ. നാം ആരാധനയ്ക്കായി നമ്മുടെ സമയങ്ങളെ വേർതിരിക്കുകയാണ്. നമ്മെല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിലേറെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഈ പ്രാരംഭ സഖ്യം മുതൽ വളരെ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ സ്വർഗമിടയാക്കേണ്ടതിനായി നമ്മേവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ നമ്മുടെ മധ്യേ ഈ കാലഘട്ടത്തിൽ കർത്താവിനാൽ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന കർത്തൃദാസന്മാർ നമുക്ക് ഗാനങ്ങൾ നയിക്കുവാനായിട്ടുണ്ട്. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ എബ്രഹാം ക്രിസ്റ്റഫർ, ഇവാഞ്ചലിസ്റ്റ് ടോമൻ ഫിലിപ്പ്, ഇവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഇടയിൽ ഇവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വളരെ ആദരവോടെ ആമേൻ തുടർന്നുള്ള ആരാധനയ്ക്കായി പ്രിയമുള്ളവരെ വളരെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്. Praise the Lord. Hallelujah. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ഒന്ന് ചേർന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ക്യാമ്പിൻ്റെ ഫസ്റ്റ് സെഷൻ നമ്മൾ ഒന്നിച്ച് വന്നിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സ് അവർ പല സ്ഥലങ്ങളിൽ നിന്ന് ദൂരയിടങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊത്തിരി പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്ന് ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിച്ചിരിക്കുന്ന ഈ ക്യാമ്പിൽ നമ്മളിവിടെ നിന്ന് മടങ്ങുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായി സന്തോഷത്തോടെ മടങ്ങുവാൻ ദൈവകൃപയും ദൈവസാന്നിധ്യവും പുതിയ അനുഭവങ്ങളോടെ മടങ്ങുവാൻ തികഞ്ഞ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പ്രത്യേകം തന്നെ ഈ ക്യാമ്പിലേക്ക് ക്ഷണിച്ച ഈ ജനറൽ കമ്മിറ്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ വേദിയിലായിരിക്കുന്ന വിശിഷ്ട ദൈവദാസന്മാർ എല്ലാവർക്കുമുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മളൊന്നിച്ച് കർത്താവിനെ പാടി സ്തുതിച്ച് ഈ പ്രാരംഭ സമയം നമുക്ക് നല്ല സോങ്സ് ഉണ്ട്. വേറെ ഒത്തിരി സോങ്സ് നമ്മുടെ നല്ലൊരു സോങ് ബുക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഒത്തിരി പാട്ടുകൾ പഠിക്കാനുണ്ട്, ആക്ഷൻസ് പഠിക്കാനുണ്ട്, നമുക്ക് ഒത്തിരി എൻജോയ് ചെയ്യാനുണ്ട്. അതിൻ്റെ എല്ലാം അപ്പുറം ഈ പ്രാരംഭ സമയം നമ്മൾ ഒന്നിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരംഭിക്കാൻ പോവാണ്. നമുക്ക് ദൈവത്തോട് പറയാം, നന്ദി അല്ലാതെ, സ്തുതി അല്ലാതെ, സ്തോത്രമല്ലാതെ ഞങ്ങൾക്കൊന്നും തരാനില്ല കർത്താവേ. ഞങ്ങളെ അങ്ങ് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ചേർന്നൊന്ന് പാടാൻ കഴിയുമോ? നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, അർഹിക്കാത്ത നന്മകളെ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ നല്ല ദൈവമേ, എന്നെ കരം പിടിച്ച് നടത്തുന്ന നല്ല ദൈവമേ, ഒറ്റയ്ക്കാകുമ്പോഴും വിഷമങ്ങളുള്ളപ്പോഴൊക്കെ എൻ്റെ കൂടെ ഇരുന്ന്
വഴി ഇതാകുന്നെന്ന് പറഞ്ഞെന്നെ നടത്തുന്ന നല്ല ദൈവമേ, അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് നന്ദി കർത്താവേ. ഹൃദയത്തിൽ നിന്ന് എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന വരികളെ ഒന്ന് പാടാമോ? നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. ചേർന്ന് പാടാം. എനിക്കാ നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കാ നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി. ചേർന്ന് പാടാം. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോ. നന്ദിയോടെ യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. ചേർന്നത് പാടിയാണ്. എനിക്കാ നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. ചേർന്നത് പാടിയാണ്. എനിക്കാ നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കാ നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. സത്യദൈവത്തിൽ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൽ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു. ചേർന്നത് പാടാം. ഓ വരും വരങ്ങൾ ചേർന്ന് കർത്താവേ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചേർന്ന് നന്ദിയോടെ ചേർന്നത് പാടിയാണ്. പാടി എൻ്റെ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. നന്ദിയോടെ
ചേർന്ന് പറഞ്ഞാട്ടെ. എനിക്കേകുന്ന അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോ. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകി. ചേർന്ന് നന്ദിയോടെ ഞാൻ സ്തുതി പാടി എൻ്റെ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി നിൻഹിതം പോലെ. ഓ നിൻഹിതം പോലെന്നെ നടത്തണേ. പോകേണ്ട വഴി എന്നെ ചേർന്ന് പറയാം. നിൻഹിതം പോലെ, നിൻഹിതം പോലെന്നെ നടത്തണേ. പോകേണ്ട വഴി എന്നെ കാണിക്കണേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ വീരനാം. ചേർന്ന് പറയാം. പരിശുദ്ധനേ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ വീരനാം ദൈവമേ അങ്ങേ നാം. പരിശുദ്ധനേ പരിശുദ്ധനേ ചേർന്ന് പറയാം. അങ്ങേ വാഴ്ത്തിയിടും നീതാ വീരനാം ദൈവമേ അങ്ങേ നാമിച്ച്. പരിശുദ്ധനേ പരിശുദ്ധനേ അങ്ങേ ചേർന്ന് പറഞ്ഞാട്ടെ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. അവനെന്റെ ശൈലം എൻ കോട്ടയും അവനെന്റെ രക്ഷയും എന്നാശ്രയം. ചേർന്ന് പറയാം. അവനെന്റെ ശൈലം എൻ കോട്ടയും അവനെന്റെ രക്ഷയും എന്നാശ്രയം. എൻ പാറയാകുന്നവൻ എൻ പരിചയാകുന്നവൻ അവനെന്റെ ഉപനിധിയേ. എൻ പാറയാകുന്നവൻ എൻ പരിചയാകുന്നവൻ അവനെന്റെ ഉപനിധിയേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ വീരനാ. ശബ്ദമുയർത്തി അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ ഓ ശാഖര ബബ ശാഖര ഓ വീരനാ ദൈവമേ അങ്ങേ. പരിശുദ്ധനേ പരിശുദ്ധനേ
പരിശുദ്ധനെ രാജാവ്. എല്ലാവരും ചേർന്നത് പാടിയാണ്. പരിശുദ്ധനെ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി എല്ലാറ്റിലും മേലായി ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം, എല്ലാ നാമം പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. ചേർന്ന് പാടാം. എല്ലാറ്റിലും മേലായി ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം, എല്ലാ നാമം പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. ചേർന്ന് അത്ഭുതമായ അത്ഭുതമായ നാമം. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞു. നാമമേ, ആശ്ചര്യമായ നാമം, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമം, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി ആശ്രയിപ്പാൻ. ചേർന്ന് പാടാം. എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും. ആശ്രയിപ്പാൻ. എല്ലാരും ചേർന്നൊന്ന് പറഞ്ഞേ. സർവശക്തൻ
ക്യാമ്പിലേക്ക് നമ്മൾ വരുവാണ്. ഈ ക്യാമ്പ് തുടങ്ങി ഈ സമയം മുതൽ തീരുന്ന സമയം വരെ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഒരു ഉറപ്പ് വേണം, എനിക്ക് ആശ്രയിപ്പാൻ ഒരു നല്ല കർത്താവുണ്ട്, എനിക്ക് ശരണമാക്കുവാൻ ഒരു നല്ല കർത്താവുണ്ട്. ഞാൻ തകർന്നു കിടക്കുമ്പോൾ എന്നെ ഒറ്റയ്ക്കാക്കുന്ന ഒരു ദൈവമല്ല. ഞാൻ വീണ് കിടക്കുമ്പോൾ അവൻ അവിടെ വീണ് കിടക്കട്ടെ എന്ന് പറഞ്ഞു പോകുന്ന ഒരു ദൈവമല്ല. കരം തന്ന് എഴുന്നേൽപ്പിച്ച് താങ്ങി നടത്തുന്ന ഒരു കർത്താവ് എനിക്കുണ്ടെന്നുള്ള ഉറപ്പോടെ വേണം ഇവിടെ നിന്ന് മടങ്ങി പോവാൻ. ഈ സെമിനാരിയിലെ സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിക്കുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 4-5 വർഷത്തിന് ശേഷം നിങ്ങൾ ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ 4-5 വർഷങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി റൂംമേറ്റ്സ് ഉണ്ട്, പല റൂമുകളുണ്ട്. ഒരു വിഷമം വരുമ്പോൾ കയറി ചെന്ന് നിങ്ങളുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ, നിങ്ങൾക്ക് കൂട്ടുകൂടാൻ ഒത്തിരി ഫ്രണ്ട്സ് ഇവിടെയുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് 4-5 വർഷത്തിന് ശേഷം ഈ ഗ്രില്ല് വിട്ട് ഈ ഗേറ്റ് വിട്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. ഒരൊറ്റ മനുഷ്യൻ നിങ്ങളുടെ കൂടെ കാണത്തില്ല. ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കണം, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന്. ഇവിടെ വിട്ടിറങ്ങുമ്പോൾ എൻ്റെ കൂടെ വരുന്ന ഒരു കർത്താവ്, എൻ്റെ കൂടെ നടക്കുന്ന ഒരു കർത്താവ് എന്നോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടെ വേണം ഈ ഗേറ്റ് വിട്ടിറങ്ങാൻ. ഇതാ ഈ പ്രാരംഭ സമയം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. 3 ദിവസം കഴിഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ആ ഒരു ഉറപ്പോടെ, ആ ഒരു തൻ്റെ ഇടത്തോടെ എൻ്റെ കൂടെ നടക്കാൻ, എന്നെ കേൾക്കാൻ, എന്നെ അറിയാൻ ഒരു കർത്താവുണ്ടെന്നുള്ള ഉറപ്പോടെ. ഒരു വട്ടം കൂടെ ആ വരികളെ ഒന്ന് പാടാമോ? ആശ്രയിപ്പാൻ, ചേർന്ന് പറഞ്ഞു, എനിക്ക് ശബ്ദമുയർത്തും സർവശക്തി കൂടെയുണ്ട്, തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്ക് സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. പ്രിയമുള്ളവരെ, ഈ ദൈവം നമുക്ക് എന്നും തുണയായി നിൽക്കുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, ആ ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്, ആ ദൈവത്തിലാണ് നാം ശരണം പ്രാപിക്കുന്നത്. തുടർന്ന് നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം നമ്മൾക്ക് അടച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുകയാണ്. ദൈവസന്നിധി നാം എല്ലാവരും വളരെ ആഗ്രഹത്തോടെയും വളരെ ആവലോടെയുമാണ് ദൈവസന്നിധി വന്നിരിക്കുന്നത്. നാം ആരും വന്നതുപോലെ പോകില്ല. നാം എല്ലാവരും ദൈവത്തോൽ നിന്ന് ചിലത് പ്രാപിച്ച് ദൈവത്തിൻ്റെ കരസ്പർശനമേറ്റ് ഒരു പുതിയ വ്യക്തിത്വമായി നാം ഇവിടുന്ന് ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനാൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടേണ്ടതിനാൽ, ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ സ്വർഗമിടയാക്കേണ്ടതിനാൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പേര് പറയപ്പെടുന്ന 2 പേർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയെ നമ്മെ സഹായിക്കും. ആമേൻ. ബ്രദർ ഷിബു അലക്സും പാസ്റ്റർ സാബു യോഹനാൻ എന്നീ ദേവദാസന്മാർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയെ നമ്മെ സഹായിക്കുന്നതായിരിക്കും. പരിശുദ്ധനായ ദൈവമേ, സർവ്വസ്ഥല പിതാവേ, മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങളുടെ CMൻ്റെ ക്യാമ്പിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ കടന്നു വരാൻ കർത്താവ് ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ക്യാമ്പിൻ്റെ ഒരുക്കങ്ങൾ ഇത്രത്തോളം മനോഹരമായ രീതിയിൽ പൂർത്തീകരിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവേ, വീണ്ടും കർത്താവേ, ഇന്ന് തുടങ്ങുന്ന ദിവസം മുതൽ അവസാന ദിവസം വരെയും ദൈവത്തിന് വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കണം. ആദ്യോടൊന്നും കർത്താവ് തന്നെ ഭരിച്ചു നടത്തണമേ. കർത്താവേ, പ്രത്യേകിച്ച് കർത്താവ് ഇന്ന് നടക്കുന്ന മീറ്റിംഗ് വലിയ അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അധ്യക്ഷനായി സ്തോത്രം. കർത്താവെ, ഉദ്ഘാടനം ചെയ്യുന്ന ദേവദാസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിഥിയായി ഞങ്ങളുടെ മധ്യലായിരിക്കുന്ന പ്രിയ ദേവദാസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കടന്നു വന്ന എല്ലാ പ്രിയ ദേവജനത്തിനായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ.
ഇവിടെ നടക്കുന്ന ക്യാമ്പ് കർത്താവേ ഹല്ലേലൂയ കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തരും, ആശ്വാസത്തിന് കാരണമായി തരും. കർത്താവ് ഇടയാക്കണം. ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ഒരു പുതിയ വ്യക്തിയായി പുതിയ അനുഭവത്തോടു കൂടി കടന്നു പോകുവാൻ അങ്ങ് ഇടയാക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി കർത്താവെ ഓരോ വ്യക്തിയുടെ മേൽ നടക്കുവാൻ കർത്താവെ അങ്ങ് ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ക്യാമ്പിന് വേണ്ടി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കണം. കർത്താവ് ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും കർത്താവ് ഓരോ മീറ്റിങ്ങും ദൈവത്തിന് വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കണം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഉത്തരവാദിത്തത്തിലായിരിക്കുന്ന നിയന്ത്രിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പരിശുദ്ധനാം ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ലതും വിലറുമാം നല്ല വിലപ്പെട്ട പ്രഭാതം അങ്ങ് ഞങ്ങളുടെ ആയുസ് ദാനമായി നൽകി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നാളുകളായി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങളുടെ CMൻ്റെ ജനറൽ ക്യാമ്പായി ഒന്നിച്ച് കർത്താവെ ഈ ഓഡിറ്റോറിയത്തിൽ കൂടി വരുവാൻ അവിടെ ഞങ്ങളുടെ മേൽ കൃപ ചൊരിഞ്ഞതിനായി സ്തോത്രം. ഈ കൂട്ടായ്മയെ എൻ്റെ പല ബലമുള്ള കരങ്ങൾ ഞങ്ങൾ ഫലമേൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കൂടി വന്ന കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും പാസ്റ്റേഴ്സിനെയും കർത്താവെ അങ്ങയുടെ കരങ്ങളേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ധാരാളമായി ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാമ്പിൻ്റെ തീമ പോലെ ജാഗ്രതയോടെ അങ്ങേ അന്വേഷിപ്പാൻ, അവിടുത്തെ കർത്താവ് നാമത്തെ ഉയർത്തുവാൻ അവിടെ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഫസ്റ്റ് സെക്ഷനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ സെക്ഷൻ ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ അഭിഷേകത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന കടദാസനായി സ്തോത്രം ചെയ്യുന്നു. കൂടി വന്ന അഭിഷിക്തന്മാരെയും കർത്താവെ അങ്ങയുടെ കരേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം എല്ലാവരെയും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഞങ്ങളുടെ മുഖത്തെ അവിടുന്ന് ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ വിശേഷ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വക്രതയും കോട്ടം നിറഞ്ഞ തലമുറയുടെ മധ്യത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിന്റെ നാമത്തിനും മഹത്തിനും അവിടുത്തെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കും വേണ്ടി പ്രയോജനമുള്ള കുഞ്ഞുങ്ങളാക്കി അവിടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ അകത്തളത്തിൽ വിധിക്കപ്പെടുന്ന വിത്തുകൾ അത് 30 60 100 ഫലം കായ്ക്കത്തക്ക നിലയിൽ ദൈവപ്രവൃത്തിയുടെ മേൽ വെളിപ്പെടുവാൻ ദൈവാത്മാവ് സഹായിക്കണമെന്ന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ കോമ്പൗണ്ടിനെ എൻ്റെ അപ്പൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങയുടെ ദൂതഗണത്തെ സ്വർഗം ഊരിപ്പിടിച്ച് വാളമായി അവിടുന്ന് കാവലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കോമ്പൗണ്ടിൽ കാലേജ് അവിടുന്നവരും കർത്താവിന് ശേഷം ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നവരും അനുഗ്രഹപ്പെടുവാൻ ദൈവാത്മാവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സമസ്ത വിഷയങ്ങളെ അപ്പൻ്റെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. CMൻ്റെ ശക്തമായ നേതൃത്വം വഹിക്കുന്ന എക്സിക്യൂട്ടീവ് കർത്താവ് ജനറൽ കമ്മിറ്റിക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വൃത്യന്മാരെ ദാസദാസന്മാരെ സ്വർഗം അനുഗ്രഹിച്ച് അവിടുന്ന് ആശീർവദിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുക. ഇന്ന് പകലത്തെ കൂടവിനെ സ്വർഗം അനുഗ്രഹിച്ചാട്ടെ. എല്ലാം നന്മ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗമാണ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകി സഹായിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ വിടുതൽഫലമായ യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗം തരുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ഏറെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ കഴിഞ്ഞ ദീർഘദിവസങ്ങളിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഒരുപറ്റം ദൈവഭക്തന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കത്തർവാദപടത്തിൽ അത് ആയിരിക്കാൻ സ്വർഗം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു അഭിഷിക്ത വൃന്ദത്തെ നമ്മുടെ നേതൃത്വത്തിൽ ലഭ്യമാക്കിയത് ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവസഭയെ നയിക്കുവാനായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പാസ്റ്റർ PV ചെറിയാൻ പാസ്റ്റർ ഉൾപ്പെടെയുള്ള എല്ലാ ബഹുമാനിയ ദൈവദാസന്മാർക്കും അതേ CM എക്സിക്യൂട്ടീവ് ജനറൽ കമ്മിറ്റി അംഗങ്ങൾ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുവാൻ ഏറെ സന്തോഷം. ഇവിടെയായിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, യൗവനക്കാരികൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കൂടപ്പെട്ട നമ്മെ എല്ലാവരെയും
ആമേൻ സ്വാഗതം അറിയിക്കുവാനായി ഈ കാലഘട്ടത്തിൽ ആമേൻ അതെ CMൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ജോമോൻ കോശി അവറുകളെ വളരെ സ്നേഹത്തോടെ ആമേൻ അതെ സ്വാഗതം ചെയ്യുകയാണ്. കൂടപ്പെട്ടിരിക്കുന്ന നമ്മെ എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനായിട്ട് പ്രിയ കർത്തദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 65ാമത് CM ജനറൽ ക്യാമ്പിൽ നമുക്കൊരുമിച്ച് കടന്നു വന്ന് പ്രകാരം നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം നമുക്ക് അവസരങ്ങൾ നൽകുന്നല്ലോ. വളരെ നാളുകളായി നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും ചെയ്ത നമ്മുടെ ക്യാമ്പിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നൽകി തന്ന നല്ല വിലപ്പെട്ട സന്ദർഭങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായി ജനറൽ കമ്മിറ്റിയായി ഞങ്ങൾ വളരെ പ്രാർത്ഥിച്ച ഉപവസിച്ച ഒരു ദിവസത്തിൻ്റെ പകലിലാണ് നാം എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. വളരെ നാളുകൾ കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ ക്യാമ്പിന് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിപ്പാൻ അടിയായി തീർന്നു. കടന്നുന്ന നിങ്ങളെല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചിതമായ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ CMൻ്റെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ ടോണി തോമസ് അവർ വളരെ ശക്തമായി CMൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ കർത്തൃദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളെല്ലാം CMൻ്റെ മുൻനിരയിൽ ശക്തമായ നേതൃത്വം കൊടുക്കുവാൻ കർത്താവദാസനെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവദാസനെ ഇന്ന് പകൽക്കാലം ഈ മീറ്റിങ്ങിലേക്കും ഈ ക്യാമ്പിലേക്കും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന നമുക്ക് നല്ല മെസ്സേജുകൾ തരുവാനായി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മിനിസ്റ്റേഴ്സ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ, നമ്മൾ സ്നേഹത്തോടെ സജിപാസ് എന്ന് വിളിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ PV ചെറിയാൻ അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നും കർത്താവിൻ്റെ ദാസൻ CMനൊരു വലിയ കൈത്താങ്ങാണ്. CMൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പിന്തുണ ഞങ്ങൾക്ക് പലപ്പോഴും അത് ലഭിക്കുവാൻ അടിയായി തീർന്നിട്ടുണ്ട്. ഏത് കാലഘട്ടങ്ങളിലും ഏത് സമയങ്ങളിലും CMൻ്റെ പ്രവർത്തകരെ വളരെ പ്രചോദനത്തോടെ വളരെ താല്പര്യത്തോടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് കൈത്താങ്ങൽ തന്ന് കൂടെ നിൽക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പ്രിയ സജിപാസ് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് കർത്താവിനാൽ നിയോഗിതനായിരിക്കുന്നത് CMൻ്റെ ജനറൽ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ സാംസൺ P. തോമസ് അവറുകളാണ്. ഈ കാലഘട്ടങ്ങളിൽ CMന് ശക്തമായ നേതൃത്വം നൽകുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അനുഗ്രഹീത കർത്തൃദാസനാണ് പാസ്റ്റർ സാംസൺ P. തോമസ്. 2024-26 കാലഘട്ടത്തിലെ ജനറൽ പ്രസിഡന്റായി കർത്താവിൻ്റെ ദാസൻ കടന്നു വന്ന സമയം മുതൽ വളരെ ശക്തമായ നിലയിൽ ചില പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് കാര്യത്തിനും വളരെ ശക്തിയോടുകൂടെ വളരെ നല്ല നിലയിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് എല്ലാവരെയും ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള വലിയൊരു താല്പര്യം, വലിയൊരു ആഗ്രഹം തൻ്റെ മനസ്സിലുണ്ട്. ആ നിലകളിൽ ഇതുവരെയും CMൻ്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകാൽ CMൻ്റെ അമരക്കാരനായി നിന്നുകൊണ്ട് CMനെ ശക്തമായി നയിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാംസൺ P. തോമസ് അവറുകളെ ഈ ക്യാമ്പിലേക്ക് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കടമ്പനാട് സെൻറ്ററിൻ്റെ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PA ചാക്കോച്ചൻ അവറുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. CMൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും കൈത്താങ്ങലായി നിൽക്കുന്ന കർത്താവിൻ്റെ ദാസൻ, അപ്പോൾ തന്നെ അദ്ദേഹം സൺഡേ സ്കൂളിലും വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ ഒരു കർത്തൃദാസനാണ്.
ഇന്ന് പകൽക്കാലം നമ്മുടെ ഈ ഇനാഗുറേഷൻ സർവീസിൽ കർത്താവിൻ്റെ ദാസനും സന്നിഹിതരായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി എച്ച് ചാക്കോച്ചൻ അവറുകളെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് സി എമ്മിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ റിജി വർഗീസ് അവറുകൾ വളരെ ശക്തമായി സി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രാധാന്യതയോടെ വളരെ താല്പര്യത്തോടെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റിജി വർഗീസ് അവറുകളെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സി എമ്മിൻ്റെ ട്രഷറായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബഹുമാന്യ റോഷ് സാറിനെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. സി എമ്മിൻ്റെ മുന്നിൽ നിന്ന് വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ റോഷ് സാറിനെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സി എമ്മിൻ്റെ ജനറൽ കോർഡിനേറ്റർ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാംജി കോശി അവരുകളെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ക്യാമ്പിൻ്റെ കോർഡിനേറ്ററായും വളരെ ശക്തമായ നിലകളിൽ പ്രവർത്തിക്കുന്നു. ഈ ക്യാമ്പ് ഇവിടെ തീരുമാനിച്ച നാൾ മുതൽ വളരെ ശക്തമായൊരു പ്രവർത്തനമാണ് കർത്താവിൻ്റെ ദാസനിലൂടെ ഈ ക്യാമ്പിൽ നമുക്ക് കാണുവാനിടയായിത്തീരുന്നത്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാംജി കോശി അവരുകളെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ നിരവധി പേര് ഇതിനകത്തിരിപ്പുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ നിലകളിൽ സി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുമൽ കൊടുക്കുന്ന അനുഗ്രഹീതരായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജനറൽ കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഇവിടെയുണ്ട്. സി എമ്മിൻ്റെ ഒരു കൈത്താങ്ങെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സി എം നിലനിന്ന് പോകുന്നത് തന്നെ നമ്മുടെ ജനറൽ കമ്മിറ്റി അംഗങ്ങളുടെ ഒരു സഹകരണം വളരെ വലുതാണ്. ജനറൽ കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ ക്യാമ്പിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ റീജിയനിൽ സെൻറ്റർ, സെക്ഷൻ തലങ്ങളിൽ ശക്തമായ പ്രവർത്തനം നൽകുന്ന, സി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുമൽ കൊടുക്കുന്ന അനേക ദൈവദാസീദാസന്മാർ ഇതിനകത്തുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ലോക്കൽ സഭകളിൽ സി എമ്മിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെല്ലാവരെയും ഈ ക്യാമ്പിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഭകളിൽ സി എമ്മിൻ്റെ സജീവാംഗങ്ങളായിരിക്കുന്ന അനേക കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ ഇന്ന് പകൽക്കാലം കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളുള്ളത് കൊണ്ടാണ് ഈ ക്യാമ്പ് ഇന്ന് പകൽക്കാലം ഇവിടെ നടക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും, അപ്പോൾ തന്നെ മാതാപിതാക്കന്മാരായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, സഹോദരി സഹോദരന്മാർ, സി എമ്മിന് വളരെ കൈത്താങ്ങൽ കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഗസ്റ്റായി നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, പ്രത്യേക പാസ്റ്റർ മാത്യു വി ജേക്കബ് അവറുകൾ, തുടർന്ന് തീം പ്രസന്റേഷൻ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻകാലങ്ങളിൽ നമ്മുടെ സി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകിയ സി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച അനുഗ്രഹീതനായ കർത്തൃദാസൻ പാസ്റ്റർ ജോർജ് വർഗീസ് അവറുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിൻ്റെ ദാസനെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഓഡിയൻസിനിടയ്ക്ക് വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന ദൈവദാസന്മാർ, സെൻട്രൽ പാസ്റ്റേഴ്സ്, സെക്ഷൻ പാസ്റ്റേഴ്സ്, റീജിയൻ പാസ്റ്റേഴ്സ്, അങ്ങനെ പല നിലകളിൽ അവർക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ വിലപ്പെട്ട നിലകളിൽ കൈകാര്യം ചെയ്യുന്ന അനേക ദൈവദാസന്മാരുണ്ട്. നിങ്ങൾ എല്ലാവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. കടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ ഈ ക്യാമ്പിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഗാനങ്ങളാൽ ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മെ എല്ലാവരെയും ഈ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്തത് ഈ കാലഘട്ടത്തിൽ സി എമ്മിൻ്റെ വളരെ ശക്തമായും നേതൃത്വം നൽകുന്ന വൈസ് പ്രസിഡന്റ്മാരിൽ ഒരാളായിരിക്കുന്ന പ്രിയ ജോമൻ കോശി പാസ്റ്ററാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് താൻ മിക്കവാറുമുള്ള സമയങ്ങളിൽ ഈ ക്യാമ്പസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ക്യാമ്പ് മനോഹരമാക്കുവാനായിട്ട് താൻ അധ്വാനം ചെയ്ത വ്യക്തിയാണ്. ആ നിലകളിൽ ഏറെ പ്രശംസ അർഹിക്കുന്ന വ്യക്തിയാണ്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നുകൊണ്ട്
പ്രിയ ജോബൻ കോശിപ്പാസിനെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ മഹാകൃപയാലും കരുണയാലും ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറെ നാളത്തെ പ്രാർത്ഥനയുടെയും ആഗ്രഹത്തിൻ്റെയൊക്കെ ഒരു പരിണത ഫലമാണ് 65ാമത് ജനറൽ ക്യാമ്പ് എന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ പ്രവർത്തന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയോടെയാണ് ഈ പ്രവർത്തന വർഷം ആരംഭിക്കുവാനായിട്ടിടയായത്. അപ്പോൾ തന്നെ ഈ ക്യാമ്പിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഏറ്റവും ആദ്യം മുമ്പോട്ട് വന്ന ചിന്ത പ്രാർത്ഥനയോടെ ആയിരിക്കണം ഈ ക്യാമ്പ് നടത്തുക എന്നതാണ്. ആ നിലകളിൽ കഴിഞ്ഞ 21 ദിവസക്കാലമായി വിവിധ റീജിയനുകളിൽ പ്രാർത്ഥനകൾ ക്രമീകരിച്ചു. തുടർമാനമായ ദിവസങ്ങളിൽ വാസത്തോടെയും പ്രാർത്ഥനയോടുമായിരിക്കുന്ന ഒട്ടനവധി പ്രിയമുള്ളവർ ഈ ക്യാമ്പിലുണ്ട്. വിശേഷാൽ അതിന് നേതൃത്വം നൽകിയത് പ്രാർത്ഥനയുടെ കോർഡിനേറ്ററായി കാലഘട്ടത്തിൽ ചുമതല വഹിക്കുന്ന പ്രിയ എൽദോസ് കെ കുര്യാക്കോസ് പാസ്റ്ററാണ്. തന്നെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അവരുടെ ഒരു ടീമിൻ്റെ പാസ്റ്റർ സുമേഷ് എന്നീ ദേവദാസന്മാരുടെ ഒരു ടീമിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒട്ടനവധി പ്രിയമുള്ള കർത്തൃദാസന്മാർ വിവിധ റീജിയനുകളിൽ പ്രാർത്ഥനകൾ ക്രമീകരിച്ചു. അപ്പോൾ തന്നെ എല്ലാ ദിവസങ്ങളിലും മുഴുവനായും ഭാഗികമായി ഉപവസിച്ച ദൈവദാസന്മാരുണ്ട്. ഉപവാസത്തിൻ്റെ ഒരു ഫലമാണ് ഇത്രത്തോളം ഭംഗിയായി ഇവിടെ ഈ കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിഞ്ഞത് എന്നത് വളരെ സത്യമായൊരു കാര്യമാണ്. സകല മഹത്വവും മാനവും ദൈവത്തിന് അർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, കഴിവോ പ്രാപ്തിയോ ഉണ്ടായിട്ടല്ല, കർത്താവിൻ്റെ മഹാകരുണ നമ്മോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ട വർഷത്തിൻ്റെ ഈ പ്രാരംഭ വർഷത്തിൽ ഇത്ര മനോഹരമായി നമ്മുടെ പ്രോഗ്രാമുകൾ ക്രമീകരിക്കുവാൻ സർവകൃപാലുവായ ദൈവം സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കർത്താവിൻ്റെ എല്ലാ നന്മകൾക്കായി ഞാൻ ദൈവത്തിന് സ്തുതിക്കുകയും ചെയ്യുകയും. അപ്പോൾ തന്നെ നമ്മുടെ ഫെലോഷിപ്പിൽ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നേതൃത്വനിര എക്കാലത്തും CMൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ ഊർജ്ജസ്വലമായി കൈത്താങ്ങൽ നൽകുന്ന ഒരു നേതൃത്വമാണ് എന്നതിൽ എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവിടെ സ്വാതന്ത്ര്യം അവർ നമുക്ക് നൽകുന്ന ഉത്തേജനമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ഇത്രത്തോളം ഭംഗിയായി നടക്കുവാനായിട്ട് ഇടയാകുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ CMൻ്റെ അമരക്കാരനായി കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനറൽ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ സാംസൺ പി തോമസ് പാസ്റ്ററിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറെ ദൈവാശ്രയത്തോടും ദൈവഭക്തിയോടും കൂടെ ഈ കമ്മിറ്റിയിലേക്ക് പ്രവേശിച്ച ഒരു ടീമായി, ഒരു 25 അംഗം കമ്മിറ്റിയായി ഇത് പ്രവർത്തിക്കുമ്പോൾ ഏറ്റക്കുറച്ചിലുകളില്ലാതെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എല്ലാവരും വിശ്വസ്തയോടെ നിൽക്കുന്നത് കൊണ്ട് വളരെ ഭംഗിയായി കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ചെയ്യുവാൻ സർവകൃപാലുവായി ഇടയാകുന്നു. ഒരുപക്ഷെ ക്യാമ്പിൽ നിങ്ങൾ നോക്കിയാൽ ഒട്ടനവധി കുറവുകളും കുറ്റങ്ങളും പരിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. എങ്കിലും ഞങ്ങളെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി നിങ്ങളോട് സഹരിച്ച് നിൽക്കുവാനായിട്ട് ഞങ്ങളേറെ ആഗ്രഹിക്കുന്നു. ആ നിലകളിൽ നിങ്ങളോട് വളരെ വിധേയപ്പെട്ട് നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കൊരുമിച്ച് നിന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ തലമുറയായി, വേറിട്ട തലമുറയായി, വേറിട്ടൊരു സമൂഹമായി, മാറ്റത്തിന് വിധേയമാകുന്നൊരു സമൂഹമായി നമുക്ക് മാറാൻ കഴിയും എന്നത് വേറെ ചരിതാർത്ഥത്തോടെ ഓർക്കുകയാണ്. പിന്നിട്ട 64 വർഷങ്ങളിൽ സർവകൃപാലുവായ ദൈവം സഹായിച്ചു എന്നത് ഏറെ ആശ്വാസമാണ്. ഈ വർഷവും ദൈവം ഇത്രത്തോളം സഹായിച്ചല്ലോ. തുടർന്നും ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഇരിക്കും. കർത്താവിൻ്റെ സാന്നിധ്യവും ദൈവകൃപയും നമുക്ക് അനുഭവിപ്പാൻ സ്വർഗമിടയാക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ ദൈവിക അനുഗ്രഹങ്ങൾക്കായി, എല്ലാ ദൈവിക നന്മകൾക്കായി സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുകയാണ്. തുടർന്ന് ഈ ക്യാമ്പ് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സന്ദേശം നൽകി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായി ഈ കാലഘട്ടത്തിൽ ദൈവത്താൽ നിയുക്തനായിരിക്കുന്ന CMൻ്റെ ജനറൽ പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ സാംസൺ പി തോമസ് വളരെ ആദരവോടെ തുടർന്നുള്ള
ആമനതെ അവൻ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് വളരെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അധ്യക്ഷനായിരിക്കുന്ന പ്രിയ കത്തുദാസൻ, CMൻ്റെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ ടോണി പാസ്റ്റർ, ഇന്ന് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യ സന്ദേശം നൽകുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന നമ്മുടെ സഭയുടെ മിനിസ്റ്റേഴ്സ് കൗൺസിൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ സജി പാസ്റ്റർ, നമ്മുടെ പ്രസ്ഥാനത്തിന് വിവിധ നിലകളിൽ, വിവിധ സെൻറ്ററുകളിൽ, സെക്ഷനുകളിൽ, റീജിയനുകളിൽ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം വഹിക്കുന്ന അഭിഷിക്തന്മാരായ കത്തുദാസന്മാർ, പ്രിയ ചാക്കോച്ചൻ പാസ്റ്റർ, CMൻ്റെ കാലഘട്ടങ്ങളിൽ ജോർജ് വർഗീസ്, പ്രിയ സിജി പാസ്റ്റർ, പ്രിയ സാംകുട്ടി പാസ്റ്റർ, അതുപോലെ മറ്റ് അഭിഷിക്തന്മാരായ കത്തുദാസന്മാർ, എന്നോടൊപ്പം CMൻ്റെ പ്രവർത്തനങ്ങൾ ഇത്രത്തോളം വിജയകരമായ നിലയിലെത്തിക്കുവാൻ പ്രവർത്തിക്കുന്ന എൻ്റെ കൂട്ട് സഹപ്രവർത്തകർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, ദൈവദാസന്മാർ, എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന അഭിഷിക്തന്മാരായ പ്രിയ കത്തുദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ എബ്രഹാം ക്രിസ്റ്റഫർ, പ്രിയ ജോമോൻ, അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ കൂടെയുള്ള ടീം അംഗങ്ങൾ എല്ലാവരെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നിട്ട 68 വർഷങ്ങൾ CMൻ്റെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ കർത്താവ് സഹായിച്ചു. 65ാമത് ജനറൽ ക്യാമ്പായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് അവസരമൊരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ CMന് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം വഹിച്ച അഭിഷിക്തന്മാരായ കത്തുദാസന്മാർ കാണിച്ചു തന്ന മാതൃക പിന്തുടർന്നുകൊണ്ട് സമൂഹത്തിൻ്റെയും യുവജനങ്ങളുടെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ഇന്നേ വരെ CMന് സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടെ ഓർമ്മപ്പെടുത്തുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ സഹകരണം, പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. പ്രിയ ദേവദാസൻ CMൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ സന്തോഷിപ്പിച്ച ചില അനുഭവങ്ങളെന്ന് പറയുന്നത്, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ളതായ CMനെ സ്നേഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഈ ക്യാമ്പിൻ്റെ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ മുതൽ ക്യാമ്പിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള സന്ദേശം ഞങ്ങൾക്ക് കൈമാറിയതാണ്. അതിലും വലിയൊരു സന്തോഷം മറ്റൊന്നില്ല പ്രിയപ്പെട്ടവരെ. കാരണം CMനെ സ്നേഹിക്കുന്ന ഒരു പറ്റം ദൈവദാസന്മാർ, പ്രിയപ്പെട്ടവർ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ടല്ലോ, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. CMൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നും വിജയകരമായി നടക്കുവാൻ നിങ്ങളേവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ എന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. പ്രതിയാൽ ഈ ക്യാമ്പ് മണക്കാലയിൽ നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ നമ്മുടെ യുവജനങ്ങളിടയിൽ, കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു സംസാരമുണ്ടായി. ഇതിൻ്റെ ആവശ്യമുണ്ടോ? വല്ല മലബാറിലോ വയനാട്ടിലോ അല്ലെങ്കിൽ ഹൈ റേഞ്ചിലോ ഒക്കെ നടത്തിയിരുന്ന നല്ലതായിരുന്നു എന്നുള്ള ഒത്തിരി ചിന്തകൾ, ഒത്തിരി സംഭാഷണങ്ങൾ ഞങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു. ഞങ്ങളെ ചില വർഷങ്ങളായി നമ്മൾ CMൻ്റെ ക്യാമ്പ് ഹൈ റേഞ്ച് മേഖലകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ഈ ക്യാമ്പ് ഇങ്ങോട്ട് മാറ്റിയതിൽ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ഇടയിൽ ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്ത ഒരു ദൈവദാസന് ഈ ക്യാമ്പ് കഴിയുമ്പോൾ നമ്മളൊരു ഭവനം വെച്ച് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹൈ റേഞ്ചിൽ നമ്മൾ ക്യാമ്പ് നടത്തുമ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ട്, നമുക്ക് സാമ്പത്തിക ചെലവുണ്ട്. ആ ചെലവ് ചുരുക്കി ഈ പ്രാവശ്യം നമുക്ക് ലഭിക്കുന്നതായ നന്മകൾ കൊണ്ട് മനോഹരമായ ഒരു ഭവനം വെച്ചു കൊടുക്കുവാൻ CM ആഗ്രഹിക്കുന്നു. നിങ്ങളെത്ര പേർ സന്തോഷമുണ്ട്?
ഹൈ റേഞ്ചിൽ വെച്ചാൽ നിങ്ങൾക്ക് സന്തോഷമാണ്, പക്ഷേ അതിനേക്കാൾ നിങ്ങൾക്ക് സന്തോഷവും ദൈവത്തിന് പ്രസാദമുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കരമടിച്ചു, ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, സി എമ്മിൻ്റെ ഉത്തരവാദിത്തമാണ്, സി എം അംഗങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ദൈവദാസന്മാരെ, അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളാൽ കഴിയുന്ന ചെറുതോ വലുതായ തുകകൾ നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചാൽ പൂർണ്ണ വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ട്രഷറിനെയാണ് ഇപ്രാവശ്യം ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നത്. പ്രിയ റോഷി സാർ നമ്മുടെ മധ്യയുണ്ട്, വിശ്വസ്തയോടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ആ കാര്യങ്ങൾ ഏറ്റവും മനോഹരവും അനുഗ്രഹവുമായി നടക്കുവാൻ നിങ്ങളേവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ എന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ നന്മകൾ ചെറുതാകട്ടെ വലുതാകട്ടെ, അത് ഈ നന്മയ്ക്ക് ഹേതുവായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ സി എമ്മിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും പ്രോത്സാഹനം ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചില പ്രിയപ്പെട്ടവർ അവിടെ ആശംസകൾ ഇവിടെ അറിയിക്കണമേ എന്ന് അറിയിച്ചതുകൊണ്ട് ചില പ്രിയപ്പെട്ടവരെ പേരുകൾ ഞാനൊന്ന് മെൻഷൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇൻ്റർനാഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ കത്തുദാസൻ പാസ്റ്റർ ജോൺ തോമസ്, ദോഹ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ സാം തോമസ്, ചിക്കാഗോ ചർച്ചിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജിജു ഉമ്മൻ, ജെയിംസ് ഉമ്മൻ, അവർ സഹോദരങ്ങൾ ജോൺസൺ ഉമ്മൻ, പ്രിയപ്പെട്ടവരുടെ പ്രത്യേക അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ആശംസകളും ഈ സമയത്ത് ഞാൻ നേരുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ സി എമ്മിൻ്റെ പ്രവർത്തനങ്ങളെ സ്നേഹിക്കുന്ന നമ്മുടെ നേതൃത്വത്തിലുള്ള ദൈവദാസന്മാരുടെ മക്കൾ അനേക പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയ സജി പാസ്റ്റർ മകൻ പ്രിയ ബ്രദർ തിമത്തി സജി നമ്മുടെ ക്യാമ്പിന് ആശംസകൾ നേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടയം റീജിയൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയ ഏലിയസ് പാസ്റ്റർ മകൻ പ്രിയ സാം ബ്രദർ, അദ്ദേഹത്തിൻ്റെ ആശംസയും ക്യാമ്പിനോടുള്ള ബന്ധത്തിൽ നേർന്നിട്ടുണ്ട്. അതും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തെ സ്നേഹിച്ച് സി എമ്മിൻ്റെ മുൻകാലങ്ങളിൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ കെ വി ജോൺസൺ കല്ലാത്ത് വേയിച്ചാൻ എന്ന് പറയുന്ന പ്രിയ കത്തുദാസൻ്റെ മക്കൾ പ്രിയ കത്തുദാസന്മാരായ ജോൺ ജോൺസൺ, റോബർട്ട് ജോൺസൺ, ആ സഭ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ പ്രാവശ്യം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന തീമെന്ന് പറയുന്നത് ജാഗ്രത ഉള്ളവരായിരിപ്പിൻ. സിനഗർമോസ് എന്ന ഗ്രീക്ക് പദമാണ് നമ്മൾ ക്യാമ്പിൻ്റെ തീമായി തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നത്. നമുക്കറിയാം, നമ്മൾ പാർക്കുന്ന നമ്മുടെ സമൂഹത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ജാഗ്രത എത്രത്തോളം ഉള്ളവരായിരിക്കണമെന്നുള്ള മുന്നറിയിപ്പുകൾ വ്യത്യസ്തമായ നിലയിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുന്നു. എത്തും പിടിയും കിട്ടാതെ മനുഷ്യ സമൂഹം അധാർമികതയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. മൂല്യങ്ങൾ മറന്ന്, ജീവിത ലക്ഷ്യങ്ങൾ മറന്ന് താൽക്കാലികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥരായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം വന്നെത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ നടുവിൽ നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സാക്ഷ്യമുള്ള മക്കളായി ജാഗ്രതയുള്ളവരായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് അപ്പോസ്തലൻ ഒരു പദം ഇപ്രകാരമാണ് കൊലോസ്യ സഭയോട് പറയുന്നത്: വശീകരണ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. ചതിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ പത്രമാധ്യമങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ എത്രയോ അനിഷ്ട സംഭവങ്ങളാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹം നടിച്ച് തകർത്ത് കളയുവാൻ മടിക്കാത്ത യുവതലമുറയെ നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ നടുവിൽ ക്രിസ്തുവിനെ സ്നേഹിച്ച് ദൈവനാമത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച എൻ്റെ പ്രിയ സഹോദരങ്ങളോട്, കുഞ്ഞുങ്ങളോട് ഇന്ന് പകൽക്കാലം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളെ വശീകരിക്കുന്ന ലോകത്തിൻ്റെ അനുഭവങ്ങളിൽ പെട്ട് ആകുല ചിന്തയോടെ
അവിടെ തകർന്നു പോകാനല്ല, മറിച്ച് നമുക്ക് വേണ്ടി ഭവനമൊരുക്കാൻ പോയ സ്വർഗീയ പിതാവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. വശീകരണത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഒത്തിരിയും പേർ കൊണ്ടിടും. അതിന്റെ നടുവിൽ നമുക്ക് നിൽക്കാം. നമ്മളെ രക്ഷിച്ച, നമ്മളെ വീണ്ടെടുത്ത, നമുക്ക് വേണ്ടി ജീവൻ നൽകിയ അനാഥന് വേണ്ടി വിശ്വസ്തയോടെ നമുക്ക് നിൽക്കാം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ 65-ാം ജനറൽ ക്യാമ്പിലേക്ക് കടന്നു വന്ന എൻ്റെ യുവാക്കന്മാരോട്, പ്രിയപ്പെട്ടവരോട് എനിക്ക് നൽകുവാനുള്ള ആഹ്വാനം, നാം ആരാണ്, നാം എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടു, നാം എവിടേക്ക് പോകാനുള്ളവരാണ്. ഈ ഉത്തമ ബോധ്യത്തോടെ നമുക്ക് യാത്ര ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ ക്യാമ്പിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ നമ്മളെ അനുഗ്രഹിച്ച ദൈവം, കഴിഞ്ഞ നാളുകളിൽ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്ത ദൈവം, ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ മധ്യ എഴുന്നള്ളി വന്നിട്ടുണ്ടല്ലോ. അല്പസമയം എല്ലാവരും സ്തോത്രം ചെയ്ത് ദൈവത്തെ ശ്രദ്ധിച്ചാട്ട് ഈ 65-ാമത്തെ ക്യാമ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാ. കടന്നു വരുന്ന നമ്മുടെ യുവാക്കന്മാർക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇതൊരു അനുഗ്രഹമായി തീരുവാ. പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ വലിയ പ്രവർത്തിക്കേണ്ടതിന്, വലിയൊരു ആത്മീയ ഉണർവിലേക്ക് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കേണ്ടതിന് എല്ലാവരും ഒരു നിമിഷം സ്തോത്രം ചെയ്താട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തെ പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞങ്ങൾ പുനഃനാമത്തെ നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവേ, ഞങ്ങളുടെ 65-ാമത് ജനറൽ ക്യാമ്പിലേക്ക് അങ്ങ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി സ്തോത്ര. പലവിധമായ പ്രതികൂലങ്ങളുടെ പ്രതിസന്ധിയിലൂടെ കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ കടന്നുപോയി. എന്നാൽ അതിന്റെ നടുവിൽ ഞങ്ങളെ, ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായ, അതിശയകരമായ ദൈവം നടത്തിയ വിശ്വസ്തതകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ക്യാമ്പുകൾ അനേക കുഞ്ഞുങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ഒരനുഗ്രഹമായി തീർന്നല്ലോ പിതാവേ. ഈ പ്രാവശ്യത്തെ 3 ദിവസം നടക്കുന്ന ക്യാമ്പ് വളരെ അനുഗ്രഹമായി തീരുവാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമായി തീരുവാ, രൂപാന്തരത്തിന് കാരണമായി തീരുവാ, ദൈവിക വിടുതലിന് കാരണമായി തീരുവാ. അങ്ങ് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നിമിഷം മുതൽ തുടങ്ങുന്നതായ ഓരോ സെക്ഷനുകളിലും ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഇറങ്ങേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അഭിഷിക്തന്മാരായ കർത്തുദാസന്മാരെ ശുശ്രൂഷകൾക്കായി കർത്താവ് നിയോഗിക്കണമേ. ആത്മാവിന്റെ നിയോഗത്തോടെ ഓരോ ശുശ്രൂഷകൾ ചെയ്തെടുപ്പാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കർത്താവ് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾക്ക് ആലപിക്കുവാൻ ഞങ്ങളുടെ മധ്യയിലായി നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയ അഭിഷിക്തന്മാരെ ഓർക്കുന്നു. ദൈവാത്മാവിന്റെ നിയോഗത്തോടെ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുക അവരെയും കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിയോടെന്താ കർത്താവ് 26-ാം തീയതി ഉച്ചവരെ അവസാനിക്കുന്ന സമയം വരെയും പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണമേ. ഭാരങ്ങളോ പ്രയാസങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നിനും ഉണ്ടാകുക എന്റെ അപ്പച്ചൻ അനുവദിക്കാതെ സകലവും നന്മയാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്ന അധികാരപ്രകാരം നിന്റെ ദൈവദാസന്മാരാ ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ 65-ാമത് ജനറൽ ക്യാമ്പ് അങ്ങയുടെ കരങ്ങളിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ 65-ാമത് ജനറൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും കരകളെ അടിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. താങ്ക് യു സോ മച്ച്. തുടർന്ന് ഖോയർ മുമ്പോട്ട് കടന്നു വരും. ഒരു പാട്ട് നമ്മൾ ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കാൻ പോകുക. അതിനുശേഷമായി പ്രിയ ആമേനതെ മിനിസ്റ്റേഴ്സ് കൗൺസിൽ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭയ്ക്ക് നേതൃത്വം നൽകുവാൻ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ഞങ്ങളേറെ സ്നേഹത്തോടെ സജി പാസ്റ്റർ എന്ന് വിളിക്കുന്ന പാസ്റ്റർ PV ചെറിയാൻ പാസ്റ്ററിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ഈ ആരാധനയ്ക്ക് സാക്ഷ്യമായി കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നാം അവൻ കേൾക്കുവാൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാം. തുടർന്ന് നമ്മളെല്ലാവരും ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വം.
നയിക്കുവാൻ യോഗ്യൻ, വിടുവിപ്പാൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും, ഭയമെല്ലാം നീക്കും, സമാധാനമേകും. ചേർന്ന് പാടാം. നയിക്കുവാൻ യോഗ്യൻ. കൈകളൊക്കെ തട്ടിയൊന്ന് പാടാമോ? ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും, ഭയമെല്ലാം നീക്കും, സമാധാനമേകും യേശു. തൻ പിൻപേ പോയിടാം, തൻ വചനങ്ങൾ പാലിക്കാം. തൻ പിൻപേ പോയിടാം, തൻ വചനങ്ങൾ. ചേർന്ന് കർത്തൻ വരവിൻ കാലം വരെ വിശുദ്ധി ജീവിക്കാം. കർത്തൻ വരവിൻ കാലം വരെ വിശുദ്ധി. ചേർന്ന് പാടാം. നയിക്കുവാൻ യോഗ്യൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും, ഭയമെല്ലാം നീക്കും, സമാധാനം. ചേർന്ന് പാടാം. നയിക്കുവാൻ യോഗ്യൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും, ഭയമെല്ലാം നീക്കും, സമാധാനം. ചേർന്ന് പാടാം. തൻ പിൻപേ പോയിടാം, തൻ വചനങ്ങൾ പാലിക്കാം. തൻ പിൻപേ പോയിടാം, തൻ വചനങ്ങൾ പാലിക്കാം. കർത്തൻ വരവിൻ കാലം വരെ വിശുദ്ധിയിൽ ജീവിക്കാം. കർത്തൻ വരവിൻ കാലം വരെ പർവ്വതത്തിൽ കൂടെ, ഓ പർവ്വതത്തിൽ കൂടെ, താഴ്വരയിൽ കൂടെ, കൈവിടുകില്ലീശൻ നമ്മെന്നുമേ. പർവ്വതത്തിൽ കൂടെ, താഴ്വരയിൽ കൂടെ, കൈവിടുകില്ലീശൻ നമ്മെന്നുമേ. കയ്യിൽ വായിച്ചീട്, മാവോടണച്ചീട്, സ്വർഗ സന്തോഷം തരും നല്ല സഖിയ. കയ്യിൽ വായിച്ചീട്, മാറോടണച്ചീട്, സ്വർഗ സന്തോഷം. ചേർന്ന് പാടാം. തൻ പിൻപേ പോയിടാം, തൻ വചനങ്ങൾ പാലിച്ചേർന്ന്. തൻ പിൻപേ പോയിടാം, തൻ വചനങ്ങൾ പാലിക്കാം. കർത്തൻ വരവിൻ കാലം വരെ വിശുദ്ധിയിൽ ജീവിക്കാം. കർത്തൻ വരവിൻ കാലം വരെ വിശ്വാസത്തിൽ, ഓ വിശ്വാസത്തിൽ നായകൻ പൂർത്തി വരുത്തുന്നു. കൂടെയുള്ളപ്പോൾ ഇനി എന്തു ഭയം. വിശ്വാസത്തിൽ നായകൻ പൂർത്തി വരുത്തുന്നു. കൂടെയുള്ളപ്പോൾ ഇനി എന്തു ഭയം. ആകുലങ്ങളില്ല, ആശങ്കകളില്ല, ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ. ആകുലങ്ങളില്ല, ആശങ്കകളില്ല, ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ. തൻ പിൻപേ പോ. ചേർന്ന് പാട്ട്. തൻ വചനങ്ങൾ, തൻ പിൻപേ പോയിടാം, തൻ വചനങ്ങൾ. കർത്തൻ വരവിൻ കാലം വരെ വിശുദ്ധിയിൽ ജീവിക്കാം. കർത്തൻ വരവിൻ കാലം വരെ വിശുദ്ധിയിൽ ജീവിക്കാം. തൻ പിൻപേ പോയിടാം, തൻ വചനങ്ങൾ. ചേർന്നത് പറഞ്ഞു. തൻ പിൻപേ പോയി, തൻ വചനങ്ങൾ പാലിക്കാം. കർത്തൻ വരവിൻ കാലം വരെ വിശുദ്ധിയിൽ ജീവിക്കാം. കർത്തൻ വരവിൻ കാലം
പരിപാലിച്ചിടും ഭയമെല്ലാം നയിക്കുവാൻ പരിപാലിച്ചു ചേർന്ന് തൻ പിൻപേ വചനങ്ങൾ തൻ പിൻപേ വചനങ്ങൾ പാലിക്കാം കർത്തൻ കാലം വരെ വിശുദ്ധി ജീവിക്കാം കർത്തൻ കാലം വരെ വിശുദ്ധ പിൻപേ ചേർന്ന് പാടുന്ന വചനങ്ങൾ പാലിക്കാം പോയില്ല തൻ വചനങ്ങൾ പാലിക്കാം കർത്തൻ കാലം വരെ വിശുദ്ധി ജീവിക്കാം കർത്തൻ കാലം വരെ കർത്തൻ കർത്തൻ കാലം വരെ വിശുദ്ധി കർത്തൻ കാലം വരെ വിശുദ്ധി ജീവിക്കാം. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 65ാമത്തെ CM ക്യാമ്പിൽ വന്ന് സംബന്ധിപ്പാൻ അവസരം നൽകിയതോർത്തും ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ക്യാമ്പിൻ്റെ ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ CMൻ്റെ ജനറൽ സെക്രട്ടറിയുടെ കൂടെ ആയിരിക്കുന്ന കർത്താവ് ദാസൻ പാസ്റ്റർ ടോണി തോമസ് അവറുകൾ, നമ്മുടെ ഈ പ്രോഗ്രാം ഇന്ന് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത കർത്താവ് ദാസൻ CMൻ്റെ ജനറൽ പ്രസിഡന്റ് സാം ബി തോമസ് അവറുകൾ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ്, സെക്രട്ടറിമാർ, ട്രഷറർ, കോർഡിനേറ്റർമാർ, അതുപോലെ തന്നെ ജനറൽ കമ്മിറ്റി അംഗങ്ങൾ, ആദരണീയരായിട്ടുള്ള പാസ്റ്റേഴ്സ്, നമ്മുടെ ലീഡേഴ്സ് എല്ലാം പലരും ഇവിടെ വന്നിട്ടുണ്ട്. അവരോടെല്ലാം ഹൃദയം നിറഞ്ഞിട്ടുള്ള എൻ്റെ വന്ദനം ഈ തരത്തിൽ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ CMൻ്റെ വാത്സല്യ കുഞ്ഞുങ്ങൾ, ഈ ക്യാമ്പിന് വേണ്ടി നിങ്ങളെല്ലാം വളരെ ദീർഘദിവസങ്ങളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാനായിട്ട് സർവശക്തനായ ദൈവം സഹായിച്ച എല്ലാ നന്മകൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ക്യാമ്പിൻ്റെ ജനറൽ എക്സിക്യൂട്ടീവ് വളരെയേറെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവർ വളരെ സജ്ജമായിട്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ അത്യുത്സാഹത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചല്ലോ. അതിൻ്റെ എല്ലാം റിസൾട്ടുകളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്തിൻ്റെ നിധിയെന്നും സമ്പത്തെന്നും വേണം പറയാൻ കേട്ടോ. വാത്സല്യ കുഞ്ഞുങ്ങൾ, പ്രൈസല്ലോ പ്രൈസല്ലോ. ഇത്രയും പേരല്ല, ഇതിൽ ധാരാളം പ്രിയപ്പെട്ടുണ്ടെന്ന് എനിക്കറിയാം. സൺഡേ സ്കൂള്, CM എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്തായിട്ടുള്ള നിധികളാണ്, സമ്പത്താണ്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ ക്യാമ്പിൽ എടുക്കപ്പെട്ടിരിക്കുന്ന നല്ല അനുഗ്രഹീത ടീമിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെയേറെ പ്രാർത്ഥനയോടെ അവരൊരു നല്ല, ഈ കാലഘട്ടത്തിന് യോജ്യമായിട്ടുള്ള ഒരു നല്ല ടീം അറേഞ്ച്മെൻറ്റ് ചെയ്യാനിടയിൽ തീർന്നല്ലോ. വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ ക്രിസ്ത്യ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം, മുമ്പോട്ടുള്ള ഗമനങ്ങളൊക്കെ വിജയകരമായി കൊണ്ടുപോകാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ എൻ്റെ CM ക്യാമ്പിനെ കുറിച്ചുള്ള ഒരു ചിന്തകൾ ഞാൻ പേർക്കും 1983 ഈ ഫിസിയോളജിക്കൽ സെമിനാരിൽ വെച്ച് നടക്കപ്പെട്ട ഒരു ക്യാമ്പിലാണ് ഞാൻ ആദ്യമായി പങ്കെടുക്കുവാനായിട്ട് ഇടയിൽ തീർന്നത്. ഞാൻ ഓർക്കുന്ന അന്ന് ഞാൻ ബൈബിൾ സ്കൂളിൽ എൻ്റെ 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ഈ ക്യാമ്പിൽ വന്ന് എനിക്ക് സംബന്ധിപ്പാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ചാത്തങ്കരി ക്യാമ്പ് എൻ്റെ മനസ്സിലുണ്ട്, ചെത്തോങ്കര ക്യാമ്പ് എൻ്റെ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞ് പല ക്യാമ്പുകൾ എനിക്ക് പങ്കെടുക്കുവാൻ, ധാരാളം ക്യാമ്പുകൾ പങ്കെടുക്കുവാൻ ഇടയിൽ തീർന്നു. തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാട് നടക്കുന്ന ഒരു ക്യാമ്പിൻ്റെ അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തുള്ള കുട്ടിക്കാനത്തെയും പുറ്റടിയിലെയും ഒക്കെ ക്യാമ്പുകൾ എത്ര മനോഹരമായിരുന്നു. തൻ്റെ ദാസന്മാരുടെ ഹൃദയങ്ങളിൽ ദൈവം കൊടുത്തിട്ടുള്ള നല്ല ചിന്തകളും നല്ല കാഴ്ചപ്പാടുകളെ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്.
അക്കാലത്തുണ്ടായിരുന്നേക്കാളെല്ലാം വിഭിന്നമായിട്ടാണ് നിങ്ങൾക്ക് ആസ്വാദ്യകരമായിട്ടുള്ള എത്രയോ നല്ല പ്രോഗ്രാമുകൾ ക്രമീകരണം ചെയ്യുവാൻ തന്നു. ഞാൻ ഓർക്കുന്നു, കർത്താൻദാസ് നബിൻ ക്രിസ്റ്റഫറിൻ്റെ നേതൃത്വത്തിൽ നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ തരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ എല്ലാ മനസ്സിനെ ശരിക്ക് അപഗ്രഥിച്ച് പഠിച്ചിട്ട് അതുപോലെയുള്ള നല്ല പ്രോഗ്രാം ക്രമീകരണം ചെയ്യുവാനായിട്ട് ഈ നേതൃത്വം അത് നോക്കി അഭിഷിക്തന്മാരെ തിരഞ്ഞെടുത്തതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് നന്നായി മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ ക്യാമ്പിലൊക്കെ പങ്കെടുത്തത് കൊണ്ട് എനിക്കും ഇവിടെ വരുവാനായിട്ടുള്ള ദൈവം ഭാഗ്യം നൽകി. 41 വർഷങ്ങൾക്ക് ശേഷം ഈ മണക്കാല ഫെതിയോളജിക്കൽ സെമിനാരിൽ തന്നെ നടക്കപ്പെടുന്ന ഒരു ക്യാമ്പിൽ അല്പസമയം ദൈവവചനം ശുശ്രൂഷിപ്പാൻ ലഭിച്ചതോർത്ത് ഞാൻ തികഞ്ഞ ചാരിതാർത്ഥ്യത്തോട് ഓർക്കുകയും ദൈവത്തിന് എല്ലാ മഹത്വവും ഞാൻ അർപ്പിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഭാവിയുടെ സമ്പത്തായിരിക്കുന്ന, സഭയുടെ സമ്പത്തായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഈ ദിവസങ്ങൾ എല്ലാവരോടും പറയുന്ന ഏറ്റവും കൂടുതൽ ആത്മഭാരത്തോടു കൂടെ നമ്മൾ ചെലവിടേണ്ടത് കുഞ്ഞുങ്ങളോട് കൂടിയാണ് ഏറ്റവും കൂടുതൽ സമയങ്ങൾ ചെലവിടേണ്ടത് എന്ന് പറയുകയും പ്രോത്സാഹനമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം കൂടിയാണ്. എനിക്ക് തോന്നുന്നുണ്ട് ഈ വർഷകാലം ശരൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നന്നായി അത് അനുഭവിച്ച് വളരെ സജീവമായി ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇനി മറ്റേ മുഖവുകളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൽ വന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് മാത്രം പറഞ്ഞിട്ട് എൻ്റെ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ഈ ടീമിന് ആസ്പദമായിട്ടുള്ള വചനം നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൈവദിന ചിന്തയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ജാഗ്രതയ്ക്ക് വേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന ഒരു അസാധാരണ ഏറ്റവും വലിയ ഒരുക്കം നമുക്ക് ആവശ്യമാണ്, തയ്യാറെടുപ്പുകൾ നമുക്ക് ആവശ്യമാണ്. മറ്റൊരു കാര്യം ഓർക്കണം, വളരെ ക്ഷമ നമുക്ക് ആവശ്യമാണ്. മറ്റൊരു കാര്യം ഓർക്കണം, ഏതു യാമത്തിലും നമ്മുടെ യജമാനൻ വരുമ്പോൾ അവൻ്റെ മുമ്പിൽ നിൽക്കുവാനായിട്ടുള്ള വലിയ ഒരുക്കവും സന്നദ്ധതയും തിടുക്കവുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് പറഞ്ഞ് അത്രമാത്രം ഉത്സാഹിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു വചനമാണ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ കാണുവാൻ കഴിയുന്നത്. ജാഗ്രതയ്ക്ക് ഇത്രയും കാര്യങ്ങൾ പിന്നിൽ എപ്പോഴും വേണം. ഞാൻ ഓർക്കുന്നു, ഒരുക്കം എപ്പോഴും ആവശ്യമാണ്. ഒരുക്കമില്ലെങ്കിൽ ജാഗ്രതയോടെ മുമ്പോട്ട് പോകാൻ അതിനൊരു പൂർത്തീകരണത്തിൽ വരത്തില്ല. തയ്യാറെടുപ്പുകൾ വേണം, വളരെ ക്ഷമ വേണം. അതുപോലെ തന്നെ ഏതു സമയത്തുമുള്ള ജാഗ്രത എപ്പോഴും അല്ലെങ്കിൽ ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ജാഗ്രതയായി നമുക്ക് അത്യുത്സാഹത്തോടു കൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ വചനം വായിച്ചു വരുമ്പോൾ സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമാണ്, നിന്റെ ഹൃദയം ജാഗ്രതയോടെ കാത്തുകൊള്ളുക. സഭാപ്രസംഗി അല്ലെങ്കിൽ സദൃശവാക്യം 4-23 ആ വാക്യം ഇങ്ങനെ പറഞ്ഞത്, നിന്റെ ഹൃദയം ജാഗ്രതയോടെ കാത്തുകൊള്ളുക. ജാഗ്രതയോടെ കാത്താൽ അതിൽ നിന്നല്ലോ ജീവൻ അല്ലെങ്കിൽ ഉണ്ടാകുന്ന. നമ്മൾ ജാഗ്രതയോടെ നിന്നാൽ പലതും ജീവിക്കും കേട്ടോ. ചില നന്മകൾ നമുക്ക് കാണുവാൻ കഴിയും, അഭിവൃദ്ധികൾ കാണുവാൻ കഴിയും, പുരോഗതികൾ നമുക്ക് കാണുവാൻ കഴിയും, വിജയം നമുക്ക് കാണുവാൻ കഴിയും. എന്നും ഓർക്കത്തക്ക രീതിയിലുള്ള നല്ല അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുമെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ 3 ദിവസം ഇവിടെ നടക്കപ്പെടുന്ന ഈ ക്യാമ്പിൽ വളരെ ജാഗ്രതയോടെ നമ്മുടെ ഹൃദയങ്ങളെ ദിവസം നമുക്ക് സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയോടെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം വിജയകരമായി കൊണ്ടുപോകാൻ കർത്താവ് സഹായിക്കട്ടെ. വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഓർക്കുന്നു, പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ ഈ CMൻ്റെ ജനറൽ പ്രസിഡന്റ് ഇന്ന് ഇവിടെ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് കൊലോസ്യ ലേഖനത്തിലെ ചില കാര്യം ഇവിടെ പറയുവാനിടയെ തുറന്നു. ഞാൻ ആ വാക്യം അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ ഇവിടെ പര്യവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നോക്കിയ ജാഗ്രതയിൽ ഏറ്റവും പ്രധാനമായി വേണ്ട 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം പ്രിയപ്പെട്ട പാസ്റ്റർ ഇവിടെ പറഞ്ഞു, അത് ഞാൻ ഒന്നുകൂടെ പറയാനാഗ്രഹിക്കുന്നു. അത് 4-ാം വാക്യമാണ്. നോക്കിക്കേ, ആ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, കാണാൻ കഴിയുന്നുണ്ട്. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാനിത് പറയുന്നു. നോക്കിക്കേ, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാനിത് പറയുന്നു. ഒരു കാര്യം കൂടെ പ്രിയപ്പെട്ട പാസ്റ്ററോട് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ ആവർത്തിച്ച് മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. ചതിക്കുന്ന ഒരു ലോകമാണ് നമുക്ക് മുമ്പിലുള്ളത്. ചതിക്കുഴികളുണ്ട്, അപകടങ്ങളുണ്ട്, അശ്രദ്ധ അല്ലെങ്കിൽ നോക്കിയേ അപകടങ്ങളുണ്ട്. നാം വളരെ സൂക്ഷിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. വളരെ സൂക്ഷിച്ച്, വളരെ ശ്രദ്ധിച്ച്
ജാഗ്രതയോടെ നമ്മുടെ ഓരോ കാൽച്ചുവടുകളും, എനിക്കറിയാം സ്കൂൾ ജീവിതത്തിൽ നിങ്ങളുടെ പഠന രംഗത്ത് എല്ലാം വളരെ ശ്രദ്ധിച്ച് ചതികുഴികളൊന്നും വീഴാതെ ജാഗ്രതയോടെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അത് ഒരു കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഈ കാര്യത്തിൽ ചതികളൊക്കെ, ഒത്തിരി കുഴികളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട്, ചതിക്കുഴികൾ ഉള്ളതുകൊണ്ട് നമ്മൾ വരുവാൻ ജാഗ്രതയില്ലാതെ പോയി കഴിഞ്ഞാൽ ഈ കുഴിയിലൊക്കെ ചെന്ന് വീഴും, നമുക്കറിയാം അപകടത്തിൽപ്പെടും, അതുപോലെ ദുഃഖകരമായ സാഹചര്യങ്ങൾ വരും. അത് വരാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ മുമ്പോട്ട് പോകാനിടയായി തീരട്ടെ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 8ാമത്തെ വാക്യമാണ്. നോക്കിക്കേ, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. കേട്ടോ, കവർന്നു കളയാതിരിപ്പാൻ നമുക്കൊരു ജാഗ്രത ആവശ്യമാണ്. എന്തായി കവർന്നു കളയുന്നത്? നമ്മുടെ ഹൃദയം അല്ലേ? ഹൃദയത്തെ വളരെ സൂക്ഷിക്കണം. ഹൃദയത്തിനകത്ത് മറ്റൊന്നും കയറി വരാതെ വളരെ ശ്രദ്ധിച്ച്, ഹൃദയം കവർന്നു പോകാതെ അല്ലെങ്കിൽ ചോർന്നു പോകാതെ, മറ്റൊന്നും നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപമായി വരാതെ നമുക്ക് വളരെ ശ്രദ്ധിക്കണമെന്ന് തിരുവെഴുത്ത് നമ്മളോട് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. കവർന്നു കളയാതിരിപ്പാൻ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം മുതൽ ഈ ചരിത്രം പറയുന്നുണ്ട്. വളരെ സരസമായിട്ട് സ്നേഹമായിട്ട് ഏതിൽ ചെന്ന് നമ്മുടെ മാതാപിതാക്കളുടെ അടുക്കൽ ചെന്ന് ബുദ്ധിപരമായിട്ട് അതിബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ പറഞ്ഞ് നോക്കിക്കേ, അവർ വഞ്ചനയിലേക്ക് പോകേണ്ടി വന്നു, അവർ വീട് പോകേണ്ട സാഹചര്യം വന്നു, തകർന്നു പോകേണ്ട സാഹചര്യം വന്നു, തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, ഈ ദിവസങ്ങളെല്ലാം നമ്മുടെ ഹൃദയം വളരെ ജാഗ്രതയോടുകൂടെ, നമ്മുടെ ഹൃദയം മറ്റു നിലയിൽ പോകാതെ നമ്മുടെ കർത്താവിനെ നന്നായി സ്നേഹിച്ച് യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ 1ാം സ്ഥാനമായി എപ്പോഴും നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഓർക്കും, നമ്മളെല്ലാം സാധാരണ കഥകൾ വായിക്കാറുണ്ട്. കഥകൾ വായിച്ചിട്ട് ചിലപ്പോൾ അതിനകത്തെ നല്ല പൊരുളുകൾ സ്വീകരിക്കാറുണ്ട്. ഞാൻ എൻ്റെ വർഷങ്ങൾക്ക് മുമ്പുണ്ട് എൻ്റെ മനസ്സിൽ വന്നൊരു കഥ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സാധാരണ ഈ കുറുക്കനെ സംബന്ധിച്ചിടത്തോളം കുറുക്കൻ ഒരു അസാധാരണ ബുദ്ധിക്കാരനായിട്ടാണ് കഥയിൽ ഇപ്പോഴും നിൽക്കുന്നത് അല്ലേ? സാധാരണ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഒരിക്കലെ ഒരു മുതലയ്ക്ക് ആഗ്രഹം ഉണ്ടായെന്നാണ് പറഞ്ഞത്, കുറുക്കൻ്റെ ഹൃദയം ഒന്ന് ചങ്ക് കഴിക്കണമെന്ന്, ഹൃദയം തിന്നണമെന്ന്. അപ്പോൾ അതിങ്ങനെ പല സമയങ്ങളിൽ ഈ സ്നേഹിതൻ ആരോ ചെന്ന് അവനോട് പറഞ്ഞു, കുറുക്കൻ്റെ അല്ലെങ്കിൽ ഹൃദയം കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മുതൽ എങ്ങനെ വളരെ ബുദ്ധിപരമായിട്ട് ശ്രമങ്ങൾ നടത്തി പലപ്പോഴും അതിനെ കിട്ടാതെ വന്നു. ഒരു ദിവസം തീരുമാനമെടുത്തു, ഞാൻ ഈ പെരുവഴിയിൽ മരിച്ചവനെ പോലെ കിടക്കും, അവൻ അങ്ങനെ കിടന്നുകൊണ്ടിരുന്നപ്പോൾ കുറുക്കൻ ചെല്ലുമ്പോൾ ഒരു മുയല ഇങ്ങനെ അല്ലെങ്കിൽ ഈ മുതല ഇങ്ങനെ മരിച്ചവനെ പോലെ മരിച്ചതായിട്ട് കിടക്കുക. അപ്പൊ കുറുക്കൻ വളരെ സൂത്രത്തിൽ പറഞ്ഞു, എൻ്റെ നാട്ടിൽ ഒരു മുതല മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാലിങ്ങനെ ആടിക്കൊണ്ടിരിക്കും, വാലനക്കിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അവൻ ബുദ്ധിപരമായിട്ട് ആ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ 2 പ്രാവശ്യം പെയ്യൊന്ന് വാലനക്കി. കുറുക്കൻ തൻ്റെ ജീവനും കൊണ്ട് രക്ഷപോയി എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, പലതും ഇവിടെ മരിച്ചു കിടപ്പുണ്ട് നമ്മെ തകർക്കാനായിട്ട്, നിന്റെ ഹൃദയം കവരാനായിട്ട്, നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട്. സൂക്ഷിക്കണം. ഞാൻ ഓർക്കുന്നു, സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഓർക്കണം, ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഈ കിട്ടിയിരിക്കുന്ന ക്യാമ്പിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവവചനം കുച്ചു നിറയ്ക്കണം, ആത്മചിന്തകൾ നിറച്ചെടുക്കണം. വചനം നമ്മുടെ ജീവിതത്തിൽ ആപ്തവാക്യമായി ഹൃദയത്തിൽ കരുതി ജീവിച്ചാൽ നമ്മുടെ ജീവിതം ഏറ്റവും വിജയകരമായി പോകാൻ കഴിയും. ഞാൻ ഓർക്കുന്നു 119 സങ്കീർത്തനത്തിന്റെ 98, 99 ആ വാക്യങ്ങളിലെല്ലാം പറഞ്ഞിട്ട് ഒരു പദം ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്, അത് ശത്രുക്കളെക്കാൾ നീ ബുദ്ധിമാനാകും. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ശത്രുക്കളെക്കാൾ നീ ബുദ്ധിമാനാകും, ഗുരുക്കന്മാരെക്കാൾ നീ ബുദ്ധിമാനാകും, വയോധികന്മാരെക്കാൾ വിവേകമുള്ളവനാക്കി തീർക്കും. ഹൃദയത്തിൽ ദൈവോധനം ശരിക്ക് കരുതി കാത്തു സൂക്ഷിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. സന്തോഷമുണ്ട്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? എല്ലാ കുഞ്ഞുങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വം കരയറ്റാമോ? എന്റെ ഹൃദയം ഇന്ന് പകൽക്കാലം ജാഗ്രതയോടെ മുമ്പോട്ട് ഓടുവാനായിട്ട് എന്റെ ഹൃദയത്തെ ഞാൻ ദൈവം ഭാഗത്ത് തരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പിന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, അതെല്ലാം നമ്മൾ തന്നെ പൂരിപ്പിക്കണം. 16ാമത്തെ വാക്യത്തിൽ ആരംഭമൊന്നും ഞാൻ പറയുന്നില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, ഈ കാര്യത്തിൽ ആരും നിങ്ങളെ എന്ത് ചെയ്യരുത്? വിധിക്കരുത്. നമ്മളെ വിധിക്കരുത്, നമ്മളെ വിരൽ ചൂണ്ടാൻ അവസരങ്ങൾ ഉണ്ടാകരുത്. നമ്മുടെ നാട്ടിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ സമ്പത്തായിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയുന്നു, സമൂഹം നമ്മുടെ നേരെ വിരൽ ചൂണ്ടുവാനായിട്ട്
ഒരവസരങ്ങൾ കൊടുക്കരുത്. നിങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ജാഗ്രതയോടെ നിൽക്കണം. ആരും നിങ്ങളെ വിധിക്കരുത്. വിധിക്കാതിരിക്കാനായിട്ട് ദാനിയലിനെ പോലെ, ശന്ദ്രക്കനെ പോലെ, മേശകനെ പോലെ, അബേദ്നെഗോവിനെ പോലെ, ലോകത്തിൽ വേദപുസ്തകത്തിൽ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള ദൈവഭക്തന്മാരെ പോലെ കാലഘട്ടങ്ങളിൽ ദൈവഭക്തന്മാരായി വളരെ വിശ്വസ്തയോടെ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആരും നിങ്ങളെ വിധിക്കരുത്. നിങ്ങൾ ഓർക്കണം, ഈ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാനതെടുത്ത് പറയുന്നില്ല. പല മാതാപിതാക്കളും ഹൃദയവേദനയോടുകൂടെ സങ്കടപ്പെടുന്ന ചിത്രങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഞാൻ പറയുന്നു, കുഞ്ഞുങ്ങളോട് പ്രത്യേകിച്ച് പറയുകയാണ്, ദൈവത്തിൻ്റെ പൈതലാണെന്നുള്ള നിശ്ചയദാർഢ്യ ബോധ്യം, ജാഗ്രതയുള്ള നല്ല പടയാളിയെ പോലെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയുന്നൊരു കാര്യം ഓർക്കണം. 18-ാമത്തെ വാക്യത്തിൻ്റെ അവസാന വാക്യമാണ് പറയുന്നത്, ആരും നിങ്ങളുടെ വിരുദ്ധ എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്. പ്രൈസല്ലോ, ഞാനും നിങ്ങളും എല്ലാവരും ഓട്ടക്കളത്തിലാ കേട്ടോ, ആത്മീക ലോകത്തിലാ. ദൈവസന്നിധിയിൽ എത്തുവാനായിട്ട് വലിയ പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ വിരുദ്, ഓട്ടം, ലക്ഷ്യം ഒന്നും തെറ്റിക്കാനായിട്ട് ഇടവരരുത്. അങ്ങോട്ട് നല്ല ജാഗ്രതയോടുകൂടെ കേട്ടോ, നല്ല ജാഗ്രതയോടുകൂടെ, ഉത്സാഹത്തോടുകൂടെ ഈ ടീം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൈമുതലായി സ്വീകരിച്ച് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ വചനത്തിനനുസരണമായി നല്ല സമർപ്പണത്തോട് മുമ്പോട്ട് പോകുന്നുവെങ്കിൽ ഞാൻ നിശ്ചയമായി പറയുന്നു, മുൾപ്പടർപ്പിൽ അധിവസിച്ചവൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളുടെ ശിരസിന്മേൽ ദൈവം പകരും. ദൈവം നിങ്ങളുടെ സ്ഥിതികളെ മാറ്റും. വലിയ അനുഗ്രഹത്തിലെ ദൈവം കൊണ്ടുവരും. ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ദൈവം നമ്മെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ജാഗ്രതയുള്ള നല്ല ദൈവഭക്തന്മാരായി നമുക്ക് നിൽക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. വിരുദ് തെറ്റിക്കരുത്, ലക്ഷ്യം തെറ്റിക്കരുത്, ഓട്ടം തെറ്റിക്കരുത്, പരാജയപ്പെടരുത്. വിജയത്തിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് ഇടയാക്കി തീർക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഈ തരത്തിൽ എൻ്റെ വാക്കുകളെ ഞാനിവിടെ പര്യവസാനിപ്പിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ക്യാമ്പിൽ വന്ന് സംബന്ധിച്ച എല്ലാ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം നൽകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എനിക്ക് അവസരം നൽകിയ CMന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട്, സംഘാടകരോട് ഹൃദയം നിറഞ്ഞിട്ടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഹൃദ്യമായി നമ്മളോട് സംസാരിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനോടുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് 1-2 ആശംസകൾ അറിയിക്കുവാനായിട്ട് ആമേനതെ ആഗ്രഹിക്കുന്നു. ആമേൻ. CMനെ മുൻകാലങ്ങളിൽ ആമേൻ നയിച്ച ആമേനതെ പ്രിയമുള്ളവരിൽ ആമേനതെ വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ ജോർജ് മുണ്ടകൻ. കർത്താവിൻ്റെ ദാസൻ്റെ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. തുടർന്ന് ചില മിനിറ്റുകൾ താൻ ചില വാക്കുകൾ ആശംസയായിട്ട് അറിയിക്കും. അതിനുശേഷം ആമേൻ ക്രിസ്തുവിലേറെ ബഹുമാനിക്കുന്ന പാസ്റ്റർ PA ചാക്കോച്ചൻ പാസ്റ്റർ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനും ചില മിനിറ്റുകൾ ആമേൻ ആശംസകൾ അറിയിക്കും. കർത്താവ് നമ്മെ സഹായിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ 65ാമത് CMന്റെ ജനറൽ ക്യാമ്പിൽ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനിയ കർത്താവിൻ്റെ ദാസൻ ടോണി തോമസ്, സഭയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൗൺസിൽ സെക്രട്ടറി ആയിരിക്കുന്ന PV ചെറിയൻ പാസ്റ്റർ, CMന്റെ അമരക്കാരനായിരിക്കുന്ന പാസ്റ്റർ സാംസൺ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ജനറൽ കമ്മിറ്റി അംഗങ്ങൾ, ഇന്ന് പകൽ ഈ ക്യാമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ വാത്സല്യ കുഞ്ഞുങ്ങൾക്കും കർത്തൃദാസന്മാർക്കും ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. വളരെ മനോഹരമായ ഒരു ക്യാമ്പിലേക്ക് ദൈവം നമ്മെ കൂട്ടി വരുത്തിയിരിക്കുന്നു എന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ 2ാം പ്രാവശ്യമാണ് മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ നമ്മുടെ ക്യാമ്പുമായിട്ടുള്ള ബന്ധത്തിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയുന്നത്. ഇതിനു മുൻപ് ഒരു പ്രാവശ്യവും ഇവിടെ ക്യാമ്പ് നടത്തുവാനായിട്ട് അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ വൈദിക സെമിനാരി അതിന് വേദിയായിട്ടുണ്ട്.
ഈ 65ാമത് ക്യാമ്പും ഇവിടെ വെച്ച് നടക്കുന്നു എന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അതിന് പ്രിയ കമ്മിറ്റി അംഗങ്ങളെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവം അവരുടെ ഹൃദയത്തിൽ കൊടുത്ത നല്ല പ്രേരണകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. 2016 മുതൽ നമ്മുടെ ക്യാമ്പുകൾ ഹൈറേഞ്ചിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. വാഴൂരിൽ 59ാമത് ക്യാമ്പ് 2016 മുതൽ നടന്നു വരികയായിരുന്നു. അവിടെ മുതൽ ഒരു മാറ്റമായിരുന്നു. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ ടൂറിസ്റ്റ് പ്ലേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ അനുഗ്രഹമായിരുന്നു. ഈ കർത്തൃദാസന്മാരും ആ കാര്യങ്ങളൊക്കെ വളരെ ഉത്സാഹത്തോടെ ചെയ്തത് നിങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. ഇവിടെ നമുക്ക് നയനമനോഹരമായ കാഴ്ചകളൊന്നുമില്ല, പക്ഷേ ആത്മീയ കാഴ്ചപ്പാടും ദർശനവും തരുവാൻ കഴിയുന്ന ആത്മീയ പൈതൃകമുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ ക്യാമ്പിൽ നമുക്ക് സജീവമായി പങ്കെടുക്കുവാൻ കഴിയുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനെ വളർത്തിയെടുക്കുവാൻ ജാഗ്രതയുള്ളവരാകേണ്ടതിന് ഒരു വേദിയാകും ഇതെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒത്തിരി കർത്തൃദാസന്മാരെ വാർത്തെടുത്ത ഒരു സ്ഥാപനത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുപോലെ തന്നെ അനുഗ്രഹീതമായ ഒരു തീം വിശേഷാൽ ഈ പ്രിയപ്പെട്ടവർക്ക് തിരഞ്ഞെടുക്കാനായിട്ട് കഴിഞ്ഞല്ലോ. ജാഗ്രതയുള്ളവരാകുക. കാലഘട്ടത്തിന് അനുസൃതമായി ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുവാൻ കഴിയുന്ന ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമാകേണ്ടതിന് ഒരുക്കുക എന്നുള്ളതാണ് ഈ ദിനത്തിലെ കർത്തവ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വേദപുസ്തകത്തിലെ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. രാജകീയ ഭോജനം കൊണ്ട് തൻ്റെ ആത്മീക ജീവിതത്തെ തകർക്കുകയില്ലെന്ന് തീരുമാനമെടുത്ത ദാനിയേൽ നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. സാധ്യതകളുണ്ടായിരുന്നു, പക്ഷേ അത് വേണ്ട എന്ന് വെക്കാനുള്ള ജാഗ്രത ഹൃദയത്തിൽ ഉണ്ടായത് ആത്മീയ ദർശനത്താലാണ്. അത് നമുക്കൊരു പാഠമാണ്. മോറൽ ജീവിതത്തിൽ തകർച്ചകൾ നേരിടുവാൻ സാധ്യതയുണ്ടായിരുന്ന ജോസഫ് ഒത്തിപ്പേറിന്റെ ഭവനമൊരുക്കിയ ചതിക്കുഴിയിൽ നിന്ന് രക്ഷ നേടിയത് അകത്ത് കിട്ടിയ ആത്മീയ ദർശനത്തെ ജാഗ്രതയോടെ സൂക്ഷിക്കുവാൻ കഴിഞ്ഞതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മെ തകർത്തെറിയുവാൻ സാധ്യതയുള്ള 2 കാര്യങ്ങളാണ് ഇവ രണ്ടും. മറ്റൊരു വാക്യം വിലാപങ്ങളുടെ പുസ്തകത്തിൽ ദർശകൻ ഇങ്ങനെ വിലാപത്തോടെ പറയുന്നുണ്ട്: ഭീതികളുടെ തലയ്ക്കലൊക്കെയും കരഞ്ഞുകൊണ്ട് കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കരങ്ങൾ ഉയർത്തുവീൻ. ഇന്നത്തെ ആവശ്യം ആഹാരത്തിൻ്റെ പട്ടിണിയല്ല, ആത്മീകതയുടെ പട്ടിണിയാണ്. അത് നിറയ്ക്കുവാൻ ഈ 65ാമത് ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് ക്യാമ്പിന് കഴിയട്ടെ എന്നുള്ള എല്ലാ പ്രാർത്ഥനകളോടും ഇതിൻ്റെ പിൻപിൽ അധ്വാനിക്കുന്ന കർത്തൃദാസന്മാരെയും ഇതിൽ പങ്കാളികളാകുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അതിന് ദൈവം സജ്ജമാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ മുൻകാല പ്രവർത്തകർക്ക് വേണ്ടി അങ്ങനെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാവിധമായ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹമായ ഈ നാഷണൽ CM ക്യാമ്പിൽ പങ്കെടുക്കുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വന്ന് സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിച്ച ഇതിൻ്റെ ചുമതലക്കാർ, വിശേഷിയാൽ പാസ്റ്റർ സാംസൺ, ടോണി തോമസ്, അവരുടെയൊക്കെ ആ ക്ഷണത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ വേദിയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ നമ്മുടെ പ്രവർത്തനത്തെ സ്നേഹിക്കുന്നവരും നേതൃത്വം വഹിക്കുന്നവരുമാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന
പ്രിയപ്പെട്ട ടോണി, ഉദ്ഘാടനം ചെയ്ത സാംസൺ തോമസ്, മറ്റ് അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തകർ, നമ്മുടെ സഭയുടെ മിഷൻസ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ പി വി ചെറിയാൻ, CMൻ്റെ പ്രവർത്തകർ, പങ്കെടുക്കാൻ വന്ന എല്ലാ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും എൻ്റെ വന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഗതിയാണ് ഈ ആശംസ പറയുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതാനുഭവത്തിൽ കൊണ്ട് ചിന്തിച്ചാൽ, ഒരു പ്രാദേശിക സഭയിലെ CM അംഗമായിരുന്ന, പിന്നീട് അതിൻ്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന, ഞങ്ങളുടെ കാലത്ത് ഈ സെഷൻ സംവിധാനമില്ല, സെൻറ്റർ സെക്രട്ടറിയായി, സെൻറ്റർ വൈസ് പ്രസിഡൻ്റായി, പ്രസിഡൻ്റായി പ്രവർത്തിച്ച് CMൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലെത്തി 10 വർഷക്കാലം അതിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും പ്രവർത്തിച്ച് അമരക്കാരനായി പ്രവർത്തിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഇന്നും അതുകൊണ്ട് യുവജന ക്യാമ്പ്, സൺഡേ സ്കൂൾ ക്യാമ്പ് എന്നൊക്കെ ഉള്ളത് എനിക്ക് വളരെ ആവേശം ഉളവാകുന്ന വസ്തുതയാണ്. എൻ്റെ ഓർമ്മയിൽ പാസ്റ്റർ പി വി ചെറിയാൻ പറഞ്ഞ പോലെ റാന്നി ചെത്തോങ്കര ക്യാമ്പ്, കൂടൽ ക്യാമ്പ്, മല്ലപ്പള്ളി ക്യാമ്പ്, തോട്ടഭാഗം ക്യാമ്പ്, പാലക്കാട് ക്യാമ്പ്, ആലുവ ക്യാമ്പ്, തിരുവല്ല ജൂബിലി ക്യാമ്പ്, കുട്ടിക്കാനം ക്യാമ്പ്, മുൻപോട്ട് നടന്ന മണക്കാല ക്യാമ്പ്, ഇതെല്ലാം നന്നായി എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി നിന്ന് കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ട് ബഹുമാനപ്പെട്ട കോശി സാറ് നമ്മുടെ ഈ CMൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന കാലഘട്ടം മുതൽ കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ ഈ പ്രവർത്തനത്തോടു കൂടെ ഇരുന്ന് കർത്താവ് നമ്മെ സഹായിച്ചു. ഞങ്ങളൊക്കെ പ്രാരംഭത്തിൽ കൂടി വന്ന ക്യാമ്പിൻ്റെ സൗകര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞാൽ നിങ്ങളെ മൂക്കത്ത് വിരൽ വെക്കും, എന്നൊരു വിഷയം പറയുവാനിടയായിത്തീരും. എന്നാൽ അതിലൂടെയൊക്കെ പരിമിതമായ സൗകര്യങ്ങൾ കൂടെയൊക്കെ കടന്നുപോയി സംബന്ധിച്ച് കേട്ട ദൈവത്തിൻ്റെ വചനമാണ് ഞങ്ങളെയൊക്കെ ഇത്രത്തോളം കൊണ്ട് എത്തിക്കുവാൻ ഇടയായിത്തീർന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ ക്യാമ്പ് അംഗങ്ങളായി ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പല കാര്യങ്ങളും നിങ്ങൾക്കൊരു പക്ഷെങ്കിൽ ഇഷ്ടമായി തോന്നിയെന്ന് വരികയില്ല. എന്നാൽ ഇവിടെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ, നിങ്ങളെക്കുറിച്ചുള്ള നിയോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ, ദൈവം നിങ്ങളെ മുൻപോട്ട് നയിക്കുന്ന ആ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് ഇന്ന് ഈ വേദിയിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ട അനുഗ്രഹിക ദൈവദാസന്മാരെ പോലെ നാളെ യുവജന പ്രവർത്തനങ്ങൾക്കും സൺഡേ സ്കൂളിനും സഭകൾക്കും പ്രസ്ഥാനങ്ങൾക്കും നേതൃത്വം കൊടുക്കേണ്ടവരാണ് എൻ്റെ ഈ മുൻപിലിരിക്കുന്നവരെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ കരങ്ങളുയർത്തി കർത്താവിനെ സ്തുതിക്കുന്നത് നല്ലതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം നമുക്ക് കാര്യങ്ങളെ ചെയ്യാൻ. ഇപ്രാവശ്യത്തെ ക്യാമ്പ് നല്ലൊരു തീം തിരഞ്ഞെടുത്ത് വളരെ ആത്മീയ പൈതൃകമുള്ള ഈ പ്രസ്ഥാനത്തിൽ നടത്തുവാൻ CM പ്രവർത്തകർ ഉത്സാഹിച്ചതിൽ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വിശേഷിച്ചാൽ CMൻ്റെ ഈ പ്രാവശ്യത്തെ ക്യാമ്പ് കഴിയുമ്പോൾ ഒരു ഭവനം പണിതു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. എനിക്കറിയാം, ഞാൻ കേന്ദ്ര വൈസ് പ്രസിഡൻ്റായിട്ടിരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന സമയത്താണ് നമ്മുടെ സഭയിലുള്ള ഒരു ദൈവദാസനൊരു ഭവനം വെച്ചു കൊടുക്കാനായി ആലോചിച്ച് തീരുമാനിച്ച് അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തി. അന്ന് പാസ്റ്റർ സാം കെ ജേക്കബൊക്കെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലഘട്ടമാണ്. പിന്നീട് പാസ്റ്റർ കുര്യൻ മാത്യു ഒക്കെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന സമയത്ത് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് സമർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് മറ്റൊരു നിയോഗമുള്ള ഈ ക്യാമ്പിൽ സംബന്ധിപ്പാൻ, ആ കാഴ്ചപ്പാട് തള്ളിക്കളയാതെ ആ കാഴ്ചപ്പാടോടെ സമൂഹത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മുടെ പ്രവർത്തകർ ഇന്നും ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെല്ലാവരെയും ഞാൻ വളരെയധികമായിട്ട് അഭിനന്ദിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്യം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം.
119 സങ്കീർത്തനത്തിൽ 165 വാക്യം, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ജാഗ്രതയുള്ളവരായിരിക്കുക എന്ന തീം ഈ ക്യാമ്പിൽ അവതരിപ്പിച്ച വിശദീകരണങ്ങളും പഠനങ്ങളും നമുക്ക് ലഭിക്കുമ്പോൾ നാം ജാഗ്രതയുള്ളവരായിരിക്കുന്ന ഒരു കാരണം ഇവിടെ ഓർപ്പിക്കുന്നു. വീഴാനുള്ള സാധ്യതയുണ്ട്, അതിൽ ജാഗ്രതരായിരിക്കണം. പക്ഷേ വീഴാതിരിക്കാനുള്ള ഏക വഴി ബാല്യത്തിലും യൗവനത്തിലും കൗമാരത്തിലുമൊക്കെ വീഴ്ചയ്ക്ക് ധാരാളം അവസരങ്ങൾ കർത്താവിന്റെ ദാസന്മാർ ഓർപ്പിച്ചതുപോലെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവരായിരിക്കുക. അവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതിയില്ല. ആ വചനം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് വായിക്കാം. അനുഗ്രഹമായി തീരട്ടെ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഞാൻ എൻ്റെ കരങ്ങളെടുത്ത് ശിശുപ്രതിഷ്ഠ നടത്തിയ കുഞ്ഞു മുതൽ, അതുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കൺവെൻഷനൊക്കെ വളരെ സജീവ സാന്നിധ്യമായിരിക്കുന്ന ജാൻസി അമ്മച്ചി വരെ ഈ ക്യാമ്പിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ CM ക്യാമ്പിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഞാനിവിടെ നിർത്തിട്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വിശേഷിച്ചാൽ ഷെറൂഫ് ഫെലോഷിപ്പ് ചർച്ച് കടമ്പനാട് സെൻറ്ററിലുള്ള എല്ലാ പ്രവർത്തകരുടെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും വിശേഷിച്ചാൽ ഞാൻ ശുശ്രൂഷിക്കുന്ന വയലാ സഭയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആശംസ അറിയിച്ച 2 കർത്തൃദാസന്മാരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. 2 വണ്ടി നമ്പർ പറയുന്നു. ദയവായി ആ വണ്ടികൾ അവിടെ നിന്ന് മാറ്റി കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. KL 03 AG 0252 എന്ന വണ്ടിയും KL 03 AC 863 ഈ 2 വണ്ടികൾ ദയവായി ഇട്ടിരിക്കുന്ന ഭാഗത്തുനിന്ന് മാറ്റി കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദയവായി ആ വാഹനത്തിൻ്റെ ഉടമകൾ അതൊന്ന് മാറ്റി കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. വിശേഷാൽ ഈ ക്യാമ്പ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇത്രത്തോളം ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മെ സഹായിച്ചു. ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ സ്ഥാപനം നമ്മളോട് ഇത്രത്തോളം സഹകരിപ്പാനായിട്ടിടയായി. കുഞ്ഞുങ്ങളെ, ഇത് നമ്മുടെ ക്യാമ്പാണ്. അതുകൊണ്ട് ഈ ക്യാമ്പ് വളരെ അനുഗ്രഹമാക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഈ ക്യാമ്പിന് വളരെ അധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ വർഷത്തെ CMൻ്റെ കോർഡിനേറ്ററായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ സാംജി കോശി. സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹം. അപ്പോൾ തന്നെ നമ്മുടെ ഈ ക്യാമ്പിൻ്റെ കോർഡിനേറ്ററും കൂടാണ് അദ്ദേഹം. ക്യാമ്പിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല, സ്ഥലത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒറ്റ വാക്കിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും നമ്മുടേതെന്നുള്ള നിലയിൽ നമ്മുടെ വീട്ടിലെന്ന ഉപയോഗിക്കുക. ഒന്നും കേടുവരുത്തരുത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ആയിരിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. ഒറ്റ കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ഈ വർഷം ഫുഡും ചായ എല്ലാം ക്രമീകരിക്കുന്ന നമ്മുടെ തൊട്ട് മുമ്പിൽ കാണുന്ന ഒരുക്കിയിരിക്കുന്ന പുറകിൽ കാണുന്ന പന്തലിലാണ്. ആ പന്തലിലേക്കാണ് നിങ്ങൾ തുടർന്ന് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷമായി നാം ചായക്കായിട്ട് പോകുകയാണ്. ലൈനായിട്ട് പോയി ആ കൗണ്ടറുകളിൽ നിന്ന് കൃത്യമായി അവർ പറയുന്നതനുസരിച്ച് ചായ കുടിച്ച് വേഗത്തിൽ അടുത്ത സെക്ഷനിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇവിടെ തന്നെ പ്രവേശിക്കും. അതിനുവേണ്ടി എല്ലാവരും ഒരുങ്ങുവാനായിട്ട് ഓർപ്പിക്കുന്നു. അടുത്തത് നമ്മുടെ തീം പ്രസൻറ്റേഷനാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച ശേഷമായിട്ട് നേരെ നിങ്ങളെല്ലാവരും വരികയായി അവിടെ പോയി ചായ കുടിച്ച് വേഗത്തിൽ, ഒട്ടും സമയം കളയാനില്ല. നല്ല ടൈറ്റ് പ്രോഗ്രാമാണ് നമ്മൾ ഈ വർഷം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ദയവായി സമയങ്ങൾ കൃത്യതയോടെ ഉപയോഗിക്കുവാനായിട്ട് ഉറപ്പിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലെ ഹാൻഡ് ബുക്ക് ഉണ്ട്. അതിൽ നമ്മുടെ സമയങ്ങളുണ്ട്, അതിൽ ക്രമീകരണങ്ങൾ, പ്രോഗ്രാമുകൾ എല്ലാം എഴുതിയിട്ടുണ്ട്. ദയവായി അത് അനുസരിച്ച് പോകുവാനായിട്ട് ഉറപ്പിക്കുന്നു. തുടർന്ന് ആമേൻ ഈ റീജിയൻ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന K. ഫിലിപ്പ് സാർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കും. ആമേൻ. കർത്താവിൻ്റെ ദാസനെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. ആമേൻ. അതെ, കർത്താവ് സഹായിക്കട്ടെ. ഈ പ്രാർത്ഥനയ്ക്ക് സാക്ഷ്യമായി നിങ്ങൾക്ക് ചായ കുടിക്കാനായിട്ട് പോകാം. 11:15 കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും 11:30 എല്ലാവരും തിരികെ വരുവാനായിട്ട് ഓർക്കും. പ്രാർത്ഥിക്കാം. മഹാദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ചില ദിവസങ്ങളായി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും
ദൈവസന്നിധിയിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തതായ ഞങ്ങളുടെ നാഷണൽ ക്യാമ്പിൻ്റെ CMൻ്റെ ക്യാമ്പിലേക്ക് ഞങ്ങൾക്ക് ഇന്ന് വന്നു ചേരുവാൻ കൊണം കർത്താവ് സഹായിച്ച വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാരംഭ സമയത്ത് ഞങ്ങളുടെ ഈ കർത്താവെ CM ക്യാമ്പ് ഔദ്യോഗികമായി പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുവാനായി നിന്റെ വിലപ്പെട്ട ദാസനെ ദൈവമായ കർത്താവ് ശക്തമായി ഉപയോഗിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തന്നിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതായ നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ശക്തരായി ജാഗ്രതയോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഞങ്ങളെ ശക്തമായി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഞങ്ങളുടെ സഭയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നതായ കർത്താവിൻ്റെ ദാസൻ ബഹുമാനപ്പെട്ട PV ചെറിയാൻ അവറുകൾ ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് ഞങ്ങൾ ജാഗ്രത പാലിക്കേണ്ട മണ്ഡലങ്ങൾ ഏതെല്ലാം വിഷയങ്ങൾ എന്നൊക്കെയുള്ളത് വളരെ വ്യക്തമായി ഞങ്ങളെ ഓർപ്പിച്ചല്ലോ കർത്താവെ. തന്നെ ശക്തമായി ദൈവം ഉപയോഗിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മീറ്റിംഗ് അധ്യക്ഷത വഹിപ്പാൻ നിന്റെ വിലപ്പെട്ട ദാസനെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ആശംസാ പ്രസംഗങ്ങൾ വഴിയായും ഞങ്ങൾക്ക് ലഭിച്ചതായ ദൂതുകൾ ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് നീ കൃപ ചെയ്യണമേ. ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ശാരീരികമായി ബലപ്പെടുത്തി അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഒന്നും ഇവിടെ വെച്ചുണ്ടാകുവാൻ ഇടവരാതെ ഒരു വലിയ ആത്മീയ ചൈതന്യവും സന്തോഷവും അനുഗ്രഹവും പ്രാപിച്ച് ബലപ്പെട്ടവരായി തീരുകയും വരുന്ന ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ സെഷനുകളും വളരെ വളരെ അനുഗ്രഹമായി ഒന്നിനൊന്ന് കർത്താവെ ശ്രേഷ്ഠകരമായ നിലയിൽ നടത്തി തരുവാൻ ദൈവം പ്രസാദിക്കണമേ. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന നിന്റെ വിലപ്പെട്ട ദാസന്മാരെ ഓരോരുത്തരെയും കർത്താവ് ശാരീരികമായി ബലപ്പെടുത്തണമേ, മാനസികമായി ബലപ്പെടുത്തണമേ. എല്ലാവിധമായ ആ കാര്യങ്ങളും ദൈവം അവർക്ക് നൽകി കൊടുത്ത് സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവിന് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾ താഴ്മയോടെ യാചിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഒട്ടും സമയം കളയാതെ ദയവായി ചായക്കായി നമുക്ക് പോകാം.